നിങ്ങളെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി വന്ദനം പറയുന്നു. നമ്മൾ ദുരുപദേശങ്ങളെ കുറിച്ചുള്ള പഠനത്തിലാണ്. പ്രത്യേകിച്ചും ഹൈപ്പർ ഡിസ്പെൻസേഷനലിസം എന്ന ഉപദേശത്തെക്കുറിച്ചാണ് ഇന്നലെ മുഴുവൻ നമ്മൾ സംസാരിച്ചത്. ഇന്ന് അവരുടെ പേപ്പറുകളൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല, കാരണം അത് തലയിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് നമുക്ക് എങ്ങനെയെല്ലാമാണ് ഈ ഹെറസീസ് ദൈവസഭയെ ബാധിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. ശരിക്കും ഈ ഡിസ്പെൻസേഷണൽ, അതായത് പ്രത്യേകിച്ചും ഹൈപ്പർ ഡിസ്പെൻസേഷണൽ ഹെറസി എന്ന് പറയുന്നത് കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ വളരെയധികമാണ്. അതായത് ഞാൻ ഇന്നലെ നിങ്ങളോട് പരാമർശിച്ചപ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നു. രാജ്യത്തിന്റെ സുവിശേഷവും കൃപയുടെ സുവിശേഷവും എന്ന രണ്ടു തരം സുവിശേഷങ്ങളെ കുറിച്ച് പലരും പ്രസംഗിക്കാറുണ്ട്. അതായത് യേശുക്രിസ്തു സംസാരിച്ചത് യഹൂദന്മാരുടെ മാത്രമുള്ള ഒരു എക്സ്ക്ലൂസീവ് ഗോസ്പൽ ആണെന്നും അത് ജാതികളുടെ അടുത്തേക്ക് കർത്താവിനെ അയച്ചിട്ടില്ലെന്നും, കനാന്യ സ്ത്രീയോട് കർത്താവ് സംസാരിക്കുമ്പോൾ അത് നായ്ക്കുട്ടികൾക്കുള്ളതാണെന്ന് പറയുകയും, കർത്താവ് സുവിശേഷം പറഞ്ഞപ്പോൾ ആ സുവിശേഷം പറയാൻ വേണ്ടി ശിഷ്യന്മാരെ ഏൽപ്പിച്ചപ്പോൾ അവർ രണ്ടുപേരെ അയക്കുകയും അവർ ചില പ്രത്യേക നിബന്ധനകളോട് അയക്കുകയും ചെയ്തു. അത് രാജ്യത്തിന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകതയാണ്. നമ്മുടെ സുവിശേഷം അങ്ങനെ നിബന്ധനകൾ ഉള്ളതല്ല, തുറന്ന സുവിശേഷമാണ്, കൃപയുടെ സുവിശേഷം. അതുകൊണ്ട് യേശുക്രിസ്തു പ്രസംഗിച്ച യഹൂദന്മാരോടുള്ള ഒരു പ്രത്യേകതരം സുവിശേഷമാണ് എന്നാണ് ഈ ഡിസ്പെൻസേഷണൽ ടീച്ചിങ്ങിന്റെ ഒരു കൺക്ലൂഷൻ. നമുക്ക് ഈ യേശു കർത്താവ് എന്തുകൊണ്ടാണ് ഇങ്ങനെ മത്തായിയുടെ സുവിശേഷത്തിൽ നിങ്ങൾ സുവിശേഷം പറയാൻ പോകുമ്പോൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് കുറെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം. 10-ാം അധ്യായത്തിൽ പറയുന്നത് എങ്ങനെയാണ്: ജാതികളുടെ അടുക്കൽ പോകരുത്, ശമര്യരുടെ പട്ടണത്തിൽ കടക്കരുത്, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് തന്നെ ചെല്ലുവിൻ. അപ്പോ ഇത് ഇസ്രായേൽക്കാർക്കുള്ള രാജ്യത്തിന്റെ പ്രത്യേകമായ സുവിശേഷമാണ് എന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കത് അങ്ങനെ തന്നെയാണോ നോക്കാം. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. കണ്ടോ, രാജ്യം അല്ലെ, രാജ്യത്തിന്റെ സുവിശേഷം. രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കും, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ച് സൗജന്യമായി കൊടുക്കും. അപ്പൊ സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ സുവിശേഷം. ഈ ദൈവരാജ്യം എന്ന് പറയുന്നത് നമുക്ക് ഒന്നാമതേ അറിയാം, അത് എങ്ങനെ പോയാലും ഭൗതികമല്ല, ലൗകികമല്ല, ഐഹികമല്ല, അത് ആത്മീകമാണെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആത്മീകമായ ദൈവരാജ്യത്തെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്. ഇവിടെ പറയുന്നത് സൗജന്യമായി കൊടുപ്പിൻ, മടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും വഴിക്ക് പൊക്കണവും രണ്ടുടുപ്പും ചെരുപ്പും വടിയും ഒന്നും കരുതരുത്. അപ്പൊ ഇത് ആരുടെ അടുത്ത് പോകുമ്പോഴാണ്? യഹൂദന്മാരുടെ അടുത്ത് പോകുമ്പോൾ ഇപ്പൊ ഇതൊരു പ്രത്യേക തരം സുവിശേഷമാണ് അവർ പ്രസംഗിക്കുന്നതെന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ എല്ലാം ഈ ന്യായവിധി ദിവസത്തിന് മുൻപുള്ള ഒരു ശുശ്രൂഷയായിട്ടാണ് അവിടെ പറയുന്നത്. ചെന്നയക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു, ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരായിരിക്കുവിൻ എന്ന് പറഞ്ഞ് അവരോട് ഈ കാര്യങ്ങൾ പറയുന്നു. ഇത് രാജ്യത്തിന്റെ സുവിശേഷം എന്നാണ് ഇവിടെ പറയുന്നത്. എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ ഒരു പ്രത്യേക ഇൻസ്ട്രക്ഷനുമായിട്ട് അയച്ചത് എന്നുള്ളതിന് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വരുമ്പോൾ അവിടെ 22-ാം അധ്യായത്തിൽ ഓക്കെ 35-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. 22-35 ഞാൻ വായിക്കാം. അവൻ അവരോട്, ഞാൻ നിങ്ങളെ മടിശീലയും പൊക്കണവും ചെരുപ്പും കൂടാതെ അയച്ചപ്പോൾ വലിയ കുറവും ഉണ്ടായോ എന്ന് ചോദിച്ചതിന് ഒരു കുറവും ഉണ്ടായില്ല എന്നവർ പറഞ്ഞു. അവൻ അവരോട്, എന്നാൽ ഇപ്പോൾ മടിശീല ഉള്ളവൻ അത് എടുക്കട്ടെ. അപ്പോ അവണ്ണം തന്നെ പൊക്കണമുള്ളവനും ഇല്ലാത്തവനോ തന്റെ വസ്ത്രം വിറ്റ് വാൾ കൊള്ളട്ടെ. അവനെ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണി എന്ന് എഴുതിയിരിക്കുന്നതിന് ഇനി എന്നിൽ നിവൃത്തി വരണമെന്ന് പറഞ്ഞു. അപ്പൊ കർത്താവ് ഇവിടെ 2 വാളുണ്ട് എന്നവർ പറഞ്ഞതിന് മതി എന്ന് അവൻ അവരോട് പറഞ്ഞു. ഇതൊരു ഭയങ്കര കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു വിഷയമാണ്. എന്തിനാണ് കർത്താവ് വാൾ എടുക്കാൻ പറഞ്ഞത്? കുറച്ചു നേരം കഴിഞ്ഞപ്പം പത്രോസ് മഹാപുരോഹിതന്റെ ചേകവനെ വെട്ടിയപ്പം വാൾ എടുക്കുന്നവനല്ല വാളാൽ നശിച്ചു പോകുമെന്ന് പറയുകയും ചെയ്തു. എന്താണ് കർത്താവ് പഠിപ്പിക്കാൻ ശ്രമിച്ചത്? ശരിക്കും ഈ കർത്താവിന്റെ നീതി എന്ന് പറയുന്നത് യഹൂദന്മാരോടൊന്നും നമ്മളോടൊന്നും ആണോ? അതോ ഒരു കാലത്ത് പൊക്കണം കൂടാതെ അയക്കുകയും പിന്നെ പൊക്കണം എടുത്തുകൊണ്ട് വരികയും ചെയ്യുന്ന ഈ 2 സന്ദർഭങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആദ്യം ഇവർ പൊക്കണം കൂടാതെയും പൈസ കൂടാതെയും പോയപ്പോൾ അവർക്ക് ഒരു കുറവും ഉണ്ടായില്ല, ശരിയല്ലേ? എന്നാൽ ഇപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നത്? വാളുണ്ട്, പൊക്കണമുണ്ട്, മടിശീലയുണ്ട്, ചെരുപ്പുണ്ട്, എല്ലാം സജ്ജമായി, യുദ്ധസജ്ജമായിട്ട് വാളുമായിട്ട് പോകുന്നത്. എങ്ങനെയാവും? വാളെടുക്കുന്നവനെല്ലാം വാൾ. അപ്പൊ ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നതിന് നമുക്ക് ഉള്ളതുമായിട്ടും പോകാം, ഇല്ലാത്തതുമായിട്ടും പോകാം. പക്ഷെ ഉള്ളത് കൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഇല്ല. ഇല്ലാതെ പോയാൽ ഒരു കുറവും അതുകൊണ്ട് ഉണ്ടാവുകയില്ല എന്നല്ലേ കർത്താവ് പഠിപ്പിക്കുന്നത്?
അപ്പോൾ സുവിശേഷം പറയാൻ പോകാൻ നമുക്ക് എത്ര പേര് സ്പോൺസർ ചെയ്യോ, എത്ര പേര് സപ്പോർട്ട് ചെയ്യോ ഒന്നും ചെയ്യണ്ട. അതുകൊണ്ടൊന്നും നമ്മുടെ സുവിശേഷ വേല ജയിക്കുമൊന്നുമില്ല. കാരണം സുവിശേഷ വേല ജയിക്കുന്നത് കർത്താവ് അയച്ചിട്ടുണ്ടെങ്കിൽ എന്നുള്ളത് മാത്രമേ അതിനകത്തുള്ളൂ എന്നല്ലേ കർത്താവ് പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തെല്ലാം സന്നാഹങ്ങളുമായി പോയാലും ആ സന്നാഹങ്ങളൊന്നും തക്ക സമയത്ത് നമുക്ക് പ്രയോജനം ചെയ്യണമെന്ന് ഇല്ല. വാളെടുത്താൽ വാളാൽ നശിക്കും. ഈ പൊക്കണം എടുത്തുകൊണ്ട് പോയിട്ടൊന്നും ഒരു കാര്യവുമില്ല. ആദ്യം ഒന്നും ഇല്ലാതെ പോയപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു കുറവും ഇല്ലായിരുന്നു. ഇതല്ലേ പഠിപ്പിച്ചത് ശരിക്കും? ഇത് യഹൂദന്മാർക്ക് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണോ? അങ്ങനെയാണോ? യഹൂദന്മാർക്ക് മാത്രമാണോ ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്? അല്ല. മടിശീല എടുത്തുകൊണ്ട് നിങ്ങൾക്ക് സുവിശേഷം പറയാൻ പോകാൻ പാടില്ലേ? മടിശീല എടുത്തുകൊണ്ട് പോകാൻ പാടില്ലേ? പോകാം, പക്ഷെ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. കാരണം ഒന്നുമില്ലെങ്കിലും ദൈവം ഒരു കുഴപ്പവുമില്ലാതെ നടത്തുമെന്നല്ലേ അവിടെ പഠിപ്പിച്ചത്. അപ്പൊ വാളെടുക്കാനും പൊക്കണെടുക്കാനും പറഞ്ഞ് എന്തുകൊണ്ടാണ്? അതുകൊണ്ട് ആകെയുള്ള പ്രയോജനം നമ്മളെ അധർമ്മികളായി എണ്ണും. അത് പ്രയോഗിക്കാൻ നമുക്ക് പറ്റുകയുമില്ല. കാരണം എനിമിയുടെ മുമ്പിൽ ജയിക്കാൻ ഈ ആയുധങ്ങളൊന്നും ഫലിക്കുകയില്ല. ശരിയാണോ? ഇതല്ലേ വളരെ ലളിതമായിട്ട് അതിനെ മനസ്സിലാക്കുന്നത്. ഓക്കെ. അതുപോലെ ഇത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പൊക്കണമില്ലാതെ സുവിശേഷം പറയുന്ന ഒരു പ്രത്യേകതരം സുവിശേഷമാക്കി മാറ്റുകയും ചെരുപ്പില്ലാതെ നടക്കുന്നതിനെ ആ ഒരു പ്രത്യേക സുവിശേഷത്തിന്റെ ഭാഗമായി നടത്തുകയും നമ്മൾ എയ്റോപ്ലെയിനുകളിൽ കയറി സുവിശേഷം പറയുന്നത് വേറൊരു സുവിശേഷമാവുകയും കർത്താവ് അവരെ പഠിപ്പിച്ചതൊന്നും നമുക്കുള്ളതല്ല എന്ന് പറയുന്നതിലൂടെ യേശുക്രിസ്തുവിന്റെ ടീച്ചിങ്ങിനെ നമ്മൾ മുറിക്കുകയും നമ്മൾ അതിൽ നിന്ന് കൈ കഴുകുകയും ചെയ്യുന്ന ഒരു പ്രത്യേക പ്രതിഭാസമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇത് മാത്രമല്ല, ശത്രുക്കളെ സ്നേഹിക്കാൻ പറയുന്നതും രോഗികളെ പോയി സന്ദർശിക്കാൻ പറയുന്നതും കർത്താവ് പറയുന്ന നീതിയുടെ പ്രമാണങ്ങൾ മുഴുവൻ അത് യഹൂദന്മാരോട് സംസാരിച്ചതാണ്, നമുക്കുള്ളതല്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അതിനർത്ഥം ക്രിസ്തുവിനെ നമ്മളും യഹൂദന്മാരുടെ ഒരു ടീച്ചറാക്കി മാറ്റിയിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ യേശു ക്രിസ്തുവിന്റെ അൺകംഫർട്ടബിൾ ആയിട്ട് നമുക്ക് തോന്നുന്ന, നമ്മുടെ ജഡത്തിന് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന ടീച്ചിങ്സിനെ നമുക്കുള്ളതല്ല എന്ന് വിഭജിച്ച്, ക്രിസ്തുവിന്റെ ഉപദേശത്തെ വിഭജിച്ച് നമ്മുടേതിൽ നിന്നും മാറ്റി യഹൂദന്മാർക്ക് കൊടുത്തിട്ട് നമ്മൾ ആരുടെ കൂടെ പോകുന്നു? നമ്മൾ പൗലോസിന്റെ കൂടെ പോകുന്നു. പക്ഷെ മനസ്സിലാക്കാത്ത ഒരു കാര്യം, യേശുക്രിസ്തുവിന്റെ നീതി അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത് തന്നെ പൗലോസിന്റെ വഴിയിലൂടെ നമ്മൾ കയറാതെ വേറൊരു വഴിയില്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അതായത് ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടു വന്നപ്പോൾ അത് മനുഷ്യരാൽ അസാധ്യവും വിശ്വാസത്താൽ മാത്രം സാധ്യവുമായിരുന്ന ഒരു നീതിയായിരുന്നു. അതായത് ഇവാഞ്ചലിക്കൽ തിയോളജിയിൽ പൊതുവെ വന്നിരിക്കുന്ന ഒരു ബലഹീനത എന്ന് പറയുന്നത് ഈ നീതി ദൂരെ നിന്ന് കാണുന്നതല്ലാതെ അത് അനുഭവിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ടീച്ചിങ് ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ വിശ്വസിച്ച് നീതീകരിക്കപ്പെട്ടു, ഓക്കെ ഫൈൻ, പക്ഷെ ഈ നീതി നമ്മൾ അനുഭവിക്കണ്ടേ? നമ്മുടെ സ്വന്തമാകണ്ടേ? ക്രിസ്തുവിന്റെ നീതി നമ്മുടെ സ്വന്തമാകണ്ടേ? അപ്പൊ യേശുക്രിസ്തു തന്നെ നമ്മുടെ നീതി എന്ന് പറയുകയും അതേസമയത്ത് ക്രിസ്തുവിന്റെ ടീച്ചിങ്സ് നമുക്കുള്ളത് അല്ലെന്ന് പറയുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് യേശുക്രിസ്തു നമുക്ക് നീതിയായിട്ട് വരുന്നത്? ഇന്ന് പെന്തക്കോസ്റ്റിൽ തന്നെ വലിയൊരു പങ്കും ഈ അറിവില്ലാതെ ഇത് തിരിച്ച് പല കഷ്ണങ്ങളായിട്ട് മുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഈ ഫൈനൽ ഗ്രേറ്റ് കമാൻഡ്മെന്റ്, മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ഗ്രേറ്റ് കമാൻഡ്മെന്റ്, മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തില് നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്താണ്? ഒന്നും കൂടെ നമ്മൾ ഇന്നലെ വായിച്ചതാണ്, ഒരിക്കൽ കൂടി വായിക്കാം. സ്വർഗത്തിലും ഭൂമിയിൽ, യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും 18 മുതൽ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട്. അപ്പോൾ എന്തൊക്കെ ഉപദേശിക്കണം? എന്തൊക്കെ ഉപദേശികളെ ശിഷ്യരാക്കാൻ പോകുമ്പം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഈ കൽപ്പനകളെല്ലാം പഠിപ്പിക്കണം എന്നല്ല, ആ കൽപ്പനകളെ പ്രമാണിക്കാൻ തക്ക വിധമുള്ള ഉപദേശം അവർക്ക് നൽകണം. അതായത് അപ്പൊ ഈ പ്രമാണം വെച്ചിട്ട് ആ പ്രമാണത്തിലേക്ക് എത്താനുള്ള ഉപദേശം, അതായത് ദൈവത്തിന്റെ നീതിയുടെ വ്യവസ്ഥയിലേക്ക് എത്തുവാൻ മാനുഷികമായി കഴിയാത്തത് കൊണ്ട് കർത്താവ് പറഞ്ഞ ആ റൈച്ചസ്നെസ്സിലേക്ക്, ഗിരിപ്രഭാഷണത്തിലെ റൈച്ചസ്നെസ്സിലേക്ക് അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ നീതിയിലേക്ക് ഒന്നുമില്ലാതെ നടക്കാനുള്ള ധൈര്യത്തിലേക്ക് ഒരു മനുഷ്യന് സ്വാഭാവികമായി വരാൻ കഴിയാത്തത് കൊണ്ട് അവരത് പ്രമാണിപ്പാൻ തക്കവണ്ണമുള്ള ഒരു ഉപദേശം അവർക്ക് നൽകണമെന്നാണ് കർത്താവ്
ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഓരോ ജാതീയനായ ഓരോരുത്തരെയും വിളിക്കുമ്പോഴും ന്യായപ്രമാണത്തിന് മാറ്റമില്ല, ദൈവിക പ്രമാണങ്ങൾക്ക് മാറ്റമില്ല. ഈ ദൈവിക പ്രമാണങ്ങൾ ഒരിക്കലും മാറുന്നതല്ല. കാരണം ദൈവത്തിന് ഒരൊറ്റ നിലവാരമുള്ള ദൈവമാണ്, എല്ലാവരും ആരോടും മുഖപക്ഷമില്ലാത്ത ദൈവമാണ്. അത് പ്രത്യേകിച്ച് റോമാലേഖനത്തിൽ പൗലോസ് എടുത്തു പറയുന്നുണ്ട്, യഹൂദനെന്നുമില്ല യവനെന്നുമില്ല, നിങ്ങൾക്ക് ന്യായപ്രമാണം ഉണ്ടെങ്കിൽ അതിന് തുല്യമായി ന്യായവിധിക്ക് ജാതികളെ ഒരുക്കാൻ വേണ്ടി ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾക്ക് അവരുടെ മനസാക്ഷി തന്നെ ഒരു ന്യായപ്രമാണമായിരിക്കുന്നു എന്ന് റോമാലേഖനത്തിൽ പറയുന്നതിന് എന്താ അർത്ഥം? ന്യായപ്രമാണം ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അങ്ങനെയല്ലേ? ദൈവത്തിന് പക്കൽ മുഖപക്ഷമില്ല. ന്യായപ്രമാണം ഉള്ളവന് ന്യായപ്രമാണം, ഇല്ലാത്തവന് മനസാക്ഷി. അപ്പൊ ന്യായപ്രമാണമോ മനസാക്ഷിയോ ഒരാളെ കുറ്റം വിധിക്കും. ഓക്കെ, എന്തായാലും ന്യായവിധി എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. ന്യായപ്രമാണം ഒന്നുകിൽ കുറ്റം വിധിക്കും, അല്ലെങ്കിൽ ആര് കുറ്റം വിധിക്കും? മനസാക്ഷി കുറ്റം വിധിക്കും. അപ്പോൾ ആ മനസാക്ഷി എല്ലാവർക്കും നൽകിയിരിക്കുന്ന ന്യായപ്രമാണത്തിന്റെ മോറാലിറ്റി യൂണിവേഴ്സൽ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അതായത് പ്രമാണം ആർക്കെല്ലാം ഇല്ലായോ അവരുടെ എല്ലാം ഹൃദയത്തിൽ ഈ പ്രമാണം എഴുതപ്പെട്ടിട്ടുണ്ട്. ആ പ്രമാണത്തിന് ഒരിക്കലും നീക്കം വരുന്ന പ്രമാണമല്ല. ന്യായപ്രമാണം ഇല്ലാത്ത ഒരൊറ്റയാളും ബുദ്ധിയുള്ളവരായി ലോകത്ത് ഒരിടത്തും ഇല്ല. അതായത് ലോകത്തെല്ലായിടത്തും ബുദ്ധിയുള്ളവർക്കെല്ലാം എന്ത് കിട്ടിയിട്ടുണ്ട്? ഈ ദൈവത്തിന്റെ മോറൽ കമാൻഡ്മെന്റ്സ് ഒന്നുകിൽ ന്യായപ്രമാണമായോ അല്ലെങ്കിൽ അത് സന്മാർഗ മനസാക്ഷിയായോ ഓരോ മനുഷ്യർക്കും അത് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ പഴയ നിയമത്തിന് എന്താണ് ഇത്ര വിശേഷത എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏറെ ഉണ്ട് എന്നും പൗലോസ് പറയുന്നു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴയ നിയമത്തിലെ നീതി പറയുമ്പോൾ അതിനകത്ത് ക്രിസ്തുവിലേക്കുള്ള ഒരു നിഴലുണ്ട്. വേറെ ഒരിടത്തും ആ നിഴലില്ല. അതായത് മനുഷ്യർ കണ്ടെത്തുന്ന നീതിയിൽ ഒരിടത്തും യേശു ക്രിസ്തുവിലേക്കുള്ള ഒരു നിഴലില്ല. എന്നാൽ പഴയ നിയമത്തിലെ നീതി വ്യവസ്ഥകളിൽ ക്രിസ്തുവിലൂടെ പെർഫെക്റ്റ് ആകുന്ന, നിവൃത്തിയാകുന്ന ഒരു ന്യായപ്രമാണത്തിന്റെ നിഴലുണ്ട്. അതുകൊണ്ടാണ് പഴയ നിയമം ക്രിസ്തുവിനെ പോയിന്റ് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് ദൈവവചനമായിട്ട് നമ്മൾ എടുക്കുന്നത്. ദൈവവചനമായിട്ട് പഴയ നിയമം എടുക്കുന്നതിനുള്ള കാരണം അതും ക്രിസ്തുവിന്റെ വെളിപ്പാടാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ദൈവം മനുഷ്യർക്ക് നൽകുന്ന നിയമങ്ങളിൽ യേശുക്രിസ്തുവിന്റെ നീതി ആണ് ഏറ്റവും ടോപ്പായിട്ടുള്ളത്. വിശ്വാസത്താലുള്ള നീതി, ആ നീതിയാണ് സകല മനുഷ്യരെയും രക്ഷിക്കുന്ന നീതി. യഹൂദനും യവനനും ഒരുപോലെ തെളിഞ്ഞു വരുന്ന നീതി. പക്ഷെ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം ഒക്കെ വായിക്കുമ്പോൾ ഈ നീതി പ്രമാണിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള ഉപദേശം അവർക്കില്ല. അത് പിന്നീട് പരിശുദ്ധാത്മ വന്ന ശേഷമാണ് ഇതെങ്ങനെയാണ് ഈ നീതിയിലേക്ക് നമ്മൾ വിശ്വാസത്താൽ എത്തുന്നത് എന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ ഇത് യേശുക്രിസ്തുവിനെ വിഭജിച്ച്, യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങളെ വിഭജിച്ച് ഇത് പല ആളുകൾക്ക് പല രീതിയിൽ പകുത്തു നൽകിയിട്ട് ഒന്ന് രാജ്യത്തിന്റെ സുവിശേഷമെന്നും മറ്റൊന്ന് കൃപയുടെ സുവിശേഷമെന്നും പറയുമ്പോൾ ഈ രാജ്യത്തിന്റെ സുവിശേഷത്തിനകത്ത് കൃപയുടെ പങ്കെന്താണ്? കൃപ വന്നു കഴിഞ്ഞാൽ ദൈവരാജ്യമില്ലേ? ദൈവരാജ്യം എന്താണ്? കൃപ എന്താണ്? ഇതെല്ലാം ഈ പണ്ഡിതന്മാരുടെ വ്യാഖ്യാനങ്ങളായി മനുഷ്യർക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, വേദപുസ്തകത്തിന്റെ വ്യാഖ്യാനം സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകാത്തത്. ഞാൻ ഈ ഒരു മനുഷ്യനോട്, ഒരു ടീച്ചറോട് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. ഇത് വളരെ ലളിതമല്ലേ? നമുക്ക് എല്ലാവർക്കും ഒരേ നീതി. അത് പണ്ട് നിഴലുകളായി അതിനെ അനുഗമിച്ചു. ഇപ്പൊ കർത്താവ് വെളിപ്പെട്ട ശേഷം അതിന്റെ പൊരുൾ മനസ്സിലാക്കി അപ്പോസ്തലന്മാരിലൂടെ അത് നമുക്ക് വെളിപ്പെടുത്തി തന്നു. ആ നീതിയിലേക്കല്ല എല്ലാവരും, കുറെ ആൾക്കാർ മുൻപോട്ടും ബാക്കിയുള്ളവര് അതിന് ശേഷവും നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറയാ, ഇത് ഭയങ്കര സിമ്പിൾ ആയിപ്പോയി, അത് സമ്മതിക്കാൻ പറ്റിയിരുന്നു. ഇത് ഭയങ്കര സിമ്പിൾ ആയിപ്പോയി. അപ്പൊ അതിനകത്ത് പണ്ഡിതന്മാരുടെ ആവശ്യമില്ല. ഇത് വന്നിട്ട് ഈ ഒരു പോയിന്റിൽ വെച്ച് അവർ വേർപിരിഞ്ഞു, ഇത് ഇന്ന കാലഘട്ടം എന്നൊന്നും പറയാൻ വെളിയിൽ നിന്ന് ആരും വരണ്ട. കാരണം ബൈബിൾ അത്ര വ്യക്തമായും ഓരോ മനുഷ്യർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഈ വ്യാഖ്യാനങ്ങളിലെല്ലാം പ്രത്യേകത ഇത് ഈ പോയിന്റിൽ വെച്ച് തത്വങ്ങൾ മാറി എന്ന് പറയാൻ ആൾക്കാർ വേണമെന്നുള്ളതാണ്. യഹോവയുടെ സാക്ഷികളെ കുറിച്ച് ഞാൻ ഇത് പൂർണ്ണമായിട്ടും ഓർമ്മയെന്ന് പറയുന്നതാണ്. അതുകൊണ്ട് ചില മിസ്റ്റേക്കിൽ വന്നേക്കാം. ഇങ്ങനെ ഉള്ള മീറ്റിംഗ്സ് മിസ്റ്റേക്ക് വരാൻ പാടില്ല. എന്നാലും എന്റെ ചിന്ത, അവർ 1914 മറ്റോ യേശു കർത്താവ് വരുമെന്ന് പറഞ്ഞു. വന്നില്ല നമുക്കറിയാലോ, നമ്മളിപ്പോൾ ഇവിടെ തന്നെയാണ്. 14 അപ്പൊ അവർക്ക് വീണത് വിദ്യയാക്കുക എന്നൊരു ചൊല്ലുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞു 2014 കർത്താവ് സ്വർഗത്തിൽ രാജത്വം സ്വീകരിച്ചു, ഇങ്ങോട്ട് ഇറങ്ങി വരാൻ ഇത്തിരി താമസമുണ്ട്, 28 വരുന്നുണ്ട്. 28 കർത്താവ് വന്നില്ല. അതിന്റെ എക്സ്പ്ലനേഷൻ എന്താന്ന് ഞാൻ ഓർക്കുന്നില്ല. അതായത് ഇത് ആര് പറഞ്ഞാലും നമുക്ക് മനസ്സിലാവുള്ളൂ. ഈ 1914 കർത്താവ് സ്വർഗത്തിൽ രാജത്വം സ്വീകരിച്ചെന്ന് ആര് പറയണം? ബൈബിളിലില്ല. അപ്പൊ അത് ഈ കണക്ക് കൂട്ടി അവിടുത്തെ കാൽക്കുലേഷൻ എടുത്ത്, ദാനിയലിന്റെ കാൽക്കുലേഷൻ എടുത്ത് അവിടെ നിന്ന് ഇവിടെ നിന്നെല്ലാം പറഞ്ഞു തരാൻ നമുക്ക് ആര് വേണം? ഈ പണ്ഡിതന്മാർ വേണം. അപ്പൊ പണ്ഡിതന്മാർ എന്താ ചെയ്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര കട്ടിയാക്കി മാറ്റിയിരിക്കുക. കട്ടിയാക്കി മാറ്റി കഴിഞ്ഞാൽ ഇത് ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല. അതായത് പഠിപ്പിച്ച് ചാർട്ടും വെച്ച് തെളിയിക്കണം. അത് തെളിയിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു ഭാഗം മനസ്സിലാവില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഒരുപക്ഷെ ഷണ്ടൻ ഇങ്ങനെ മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ അവൻ ചോദിച്ചില്ല, തെളിയിച്ച് തന്നില്ലെങ്കിൽ ആർക്ക് മനസ്സിലാവും ചോദിക്കുന്നുണ്ടല്ലോ. അപ്പൊ തെളിയിച്ച് തരാൻ ആൾക്കാർ വേണ്ടെന്ന്. ഇല്ല, വേണ്ടേ? സത്യം പറഞ്ഞാൽ വേണ്ട. കാരണം ഷണ്ണനോട് തെളിയിച്ചു കൊടുക്കുന്ന എന്തുവാ?
പഴയ നിയമത്തിലെ പ്രവചനത്തിന്റെ നിറവേറലാണ് തെളിയിച്ചു കൊടുക്കുന്നത്. അത് പുതിയ നിയമത്തിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ വ്യക്തമായ സുവിശേഷമല്ല. ഈ വ്യക്തമായ സുവിശേഷം ഒരിക്കൽ കേട്ടാൽ പിന്നെ അതിനകത്ത് മർമ്മമൊന്നുമില്ല. അതായത് വ്യക്തമായി കേട്ട് കഴിഞ്ഞാൽ ആ മർമ്മം, അപ്പോസ്തോലിക് മർമ്മം നമുക്ക് വെളിപ്പെട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് എന്തില്ല? അതിനകത്ത് ഒരു പണ്ഡിതൻ വന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. വേദപുസ്തകം മുഴുവൻ ഒന്നേ ഉള്ളൂ, വിശ്വാസത്താലുള്ള നീതി, അത് മാത്രമേ ഉള്ളൂ. അതിലേക്ക് മനുഷ്യൻ എത്താത്തിടത്തോളം കാലം കൽപ്പനകളാലുള്ള നിഴലുകളിൽ മനുഷ്യൻ നടന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ ഒരു ഹെററ്റിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞതാണ്. അതായത് ഈ ഉപദേശത്തിൽ പലതരത്തിലുള്ള വൈപരീത്യങ്ങൾ, വൈജാത്യങ്ങൾ, വ്യത്യസ്തതകൾ, വ്യതിരിക്തതകളൊക്കെ ഉണ്ടാകാമെങ്കിലും ഇതിന്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ തള്ളിക്കളയുന്നു എന്നുള്ളതും അവന്റെ മോറാലിറ്റിയെ തന്നെ, അതായത് സന്മാർഗ ബോധത്തെ തന്നെ, നിയമത്തിന്റെ വ്യാഖ്യാനത്തെ തന്നെ അത് നമുക്കുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് റിജക്ട് ചെയ്യുന്നുള്ളതുമാണ്. അതിനകത്ത് ഒരു മടിയും മനുഷ്യനില്ല ഇന്നും എന്നുള്ളത് വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ശരിക്കും ഒരു ഔട്ട്സൈഡർ ഒന്ന് നോക്കിയിട്ട് അവർ പറയണേ, പുതിയ നിയമം വായിക്കുമ്പോൾ ഇത് നിങ്ങളുള്ളതല്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഇത് എങ്ങനെ മനസ്സിലായി? അപ്പൊ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ നമുക്കുള്ളതെല്ലാം പറക്കി തന്നെ അത് മാത്രം വായിക്കാം. അതെങ്ങനെ പറക്കും? ആത്മാവ് നമുക്ക് പുതിയ നിയമസഭയ്ക്ക് തന്ന പുസ്തകത്തിലെ എല്ലാ വാക്യങ്ങളും നമുക്കുള്ളതല്ലെങ്കിൽ പിന്നെ ആരാണ് നമുക്ക് പുസ്തകം തരുന്നത്? ദൈവത്തിന്റെ ആത്മാവ് അറേഞ്ച് ചെയ്ത് വെച്ച കാനോനിലുള്ള പല വാക്യങ്ങളും, ഈവൻ പുതിയ നിയമത്തിൽ നിന്നുള്ള പല വാക്യങ്ങളും സഭയ്ക്ക് ആവശ്യമില്ലെങ്കിൽ പിന്നെ ഇതൊക്കെ എന്തിനാണ് സഭയ്ക്ക് എഴുതുന്നത്? അപ്പോ ഇത് പറഞ്ഞ പത്രോസിന്റെ ലേഖനം അത് ഇതൊക്കെ ഈ അവസാന 7 വർഷം മറ്റോ ഉള്ള കാലഘട്ടത്തിൽ അന്ത്യകാലത്ത് പിന്നെ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോ തുറക്കാൻ പാടില്ല എന്നാണ് ഇവർ പറയുന്നത്. അത് എവിടെ നിന്ന് മനസ്സിലായി എന്ന് മാത്രം ചോദിക്കരുത്. അത് അങ്ങനെ അവർക്ക് തോന്നി. ഈ മിക്കവാറും ആൾക്കാർക്ക് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ എന്തെങ്കിലും വിഭ്രാന്തി ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ തോന്നുന്നത്. അതായത് ഇത് പഠിപ്പിക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. ഇത് പഠിപ്പിക്കാന്ന് പറയുന്നത് അതുവരെ ഇല്ലാത്തൊരു പഠിപ്പിക്കലായിട്ട് കൊണ്ടുവരുമ്പോഴേക്കും അതിനൊരു രസമുണ്ട്. വലിയൊരു പങ്കും തള്ളിക്കളയെന്ന് അറിയാം. എന്നാലും ഒരു 5-10 പേരെങ്കിലും നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു സംഭവമാണ്, അല്ലെ? അങ്ങനെയാണ് ഈ കൾട്ടുകൾ എല്ലായിടത്തും വ്യാപിക്കുന്നത്. അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഡിസ്പെൻസേഷണലിസം എന്ന ഹൈപ്പർ ഡിസ്പെൻസേഷണലിസം എന്ന കൾട്ടിനെ കുറിച്ച് പരാമർശിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിലൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യമാണ്, ഹൈപ്പർ ഗ്രേസും ഹൈപ്പർ ഡിസ്പെൻസേഷണലിസവും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടാത്തത് വിശുദ്ധീകരണത്തിന് വേണ്ട വചനങ്ങളാണ്. അതായത് വിശുദ്ധീകരണത്തിന് വേണ്ട വചനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ എബ്രായ ലേഖനമോ പത്രോസിന്റെ ലേഖനമോ ഒന്നും വേണ്ട എന്ന് പറയാനുള്ള കാരണം, ഹൈപ്പർ ഗ്രേസുകാർ അത് തന്നെയാണ് പറഞ്ഞത്. അവർ പറഞ്ഞ പൗലോസിന്റെ സുവിശേഷം മാത്രം മതി എന്ന് അവർ പറഞ്ഞതും ഇവർ പറഞ്ഞതും എല്ലാം ഒരേ സോഴ്സിൽ നിന്ന് തന്നെയാണ്. കാരണം എല്ലാവരുടെയും ചിന്ത ഇതെല്ലാം പെരിഫറലി വായിക്കുന്നത് കൊണ്ട് അവർ ചിന്തിച്ചത് ഈ വിശുദ്ധീകരണത്തെ കുറിച്ചുള്ള ടീച്ചിങ്ങും നീതീകരണത്തെ കുറിച്ചുള്ള ടീച്ചിങ്ങും അവർ കൺഫ്യൂഷൻ ആയി പോയതുകൊണ്ട് അവർ വിചാരിച്ചു പൗലോസ് പറയുന്നതല്ല പത്രോസ് പറയുന്നതല്ല യാക്കോബ് പറയുന്നത്. ഒരു ചിന്തിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നീതീകരണത്തെ കുറിച്ചുള്ള ഉപദേശവും വിശുദ്ധീകരണത്തെ കുറിച്ചുള്ള ഉപദേശവും തമ്മിൽ തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അതായത് സോളിന്റെ രക്ഷയെക്കുറിച്ച് പറയുമ്പോഴും ആത്മാവിന്റെ രക്ഷയെക്കുറിച്ച് പറയുമ്പോഴും അത് വ്യത്യസ്തമായിട്ടാണ് പറയുന്നത്. നമ്മുടെ നിത്യജീവൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമാണ്, കൃപാദാനമാണ്. എന്നാൽ നമുക്കൊരു ലൈഫുണ്ട്. ആ ലൈഫ് ക്രിസ്തുവിന്റെ ലൈഫായി മാറുന്നത് ഫെയ്ത്തിനാലാണ്. ആ ഫെയ്ത്തിലൂടെ നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്ന ആ ഒരു സ്റ്റേജിലേക്ക് വളരുന്ന കാര്യമാണ് ഈ പോളൈൻ എപ്പിസോഡ്സിന് ശേഷമുള്ള ലേഖനങ്ങളിൽ പറയുന്നത്. അവിടെ രക്ഷിക്കപ്പെട്ട സഭകൾ, വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന സഭകൾ അവരെങ്ങനെ വിശുദ്ധീകരണം പ്രാപിക്കണം എന്നുള്ളതാണ് അവിടെ പഠിപ്പിക്കുന്നത്. അപ്പം ഈ കൃപയുടെ സുവിശേഷം പറയുന്ന പല ആളുകളും ഈ വിശുദ്ധീകരണത്തെ കുറിച്ചുള്ള ടീച്ചിങ് പറയാത്തത് കൊണ്ട് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരിക്കൽ രക്ഷ കൺഫസ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ തീർച്ചയായിട്ടും സ്വർഗത്തിൽ പോകും, അവൻ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല എന്നുള്ളൊരു ഉപദേശം പല സ്ഥലങ്ങളിലും വ്യാപിച്ചിട്ടുണ്ട്. അത് ഈ പറയുന്ന ടീച്ചിങ്സിന്റെ എല്ലാ റിസൾട്ടാണ്. ഈ ഡിസ്പെൻസേഷണലിസം, ഹൈപ്പർ ഡിസ്പെൻസേഷണലിസം, ഹൈപ്പർ ഗ്രേസ് എല്ലാം വിശുദ്ധീകരണത്തിന്റെ ഉപദേശങ്ങൾക്ക് എതിരാണെന്നുള്ളതാണ് സത്യം. അതായത് ഒരിക്കൽ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കൈപൊക്കി രക്ഷയുടെ കാര്യം കൺഫസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വിശുദ്ധീകരണം എന്നൊരു ചോദ്യമില്ല, നിങ്ങൾ കർത്താവിന്റെ ജീവൻ ജീവിച്ചോ എന്നൊരു ചോദ്യമില്ല, നിങ്ങൾക്ക് റീജനറേഷൻ സംഭവിച്ചോ എന്നൊരു ചോദ്യമില്ല, നിങ്ങൾ സ്വർഗത്തിലായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവൻ ജെന്യുവിൻലി സേവ്ഡ് ആണോ എന്നറിയില്ല, ക്രിസ്തുവിന്റെ ജീവൻ അവന്റെ ഉള്ളിലുണ്ടോ എന്നറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവൻ വിശുദ്ധീകരണത്തിലേക്ക് പോകേണ്ട ഉപദേശത്തെക്കുറിച്ച് അവന് ദാഹം ഉണ്ടാകും, ക്രിസ്തുവിന്റെ ജീവൻ അവനിൽ ഉണ്ടാകണമെന്ന് അവന് ഞരക്കമുണ്ടാകും, തേജസ്സിനുണ്ട് അവൻ കാത്തിരിക്കും. ഇതൊന്നുമില്ലാതെ ജസ്റ്റ് കൈ പൊക്കി എന്ന് പറഞ്ഞുകൊണ്ടോ ഒരു ഹ്യൂമൻ വിൽ ഡിസിഷൻ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ടോ രക്ഷിക്കപ്പെടുമെന്ന് തീരുമാനിക്കുന്ന ആ ഒരു സിസ്റ്റത്തിന്റെയും കൂടെ ഭാഗമാണ് ഇങ്ങനെയുള്ള ദുരുപദേശങ്ങൾ. ഇതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷ എന്ന് പറയുന്ന ഒരു പാക്കേജ് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് നീതീകരണമുണ്ട്, വിശുദ്ധീകരണമുണ്ട്, തേജസ്കരണമുണ്ട്.
ഇത് ഒരെണ്ണമായിട്ട് എടുത്തിട്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ 3 പാക്കിംഗ് കൂടെ ഒന്നിച്ചേ എടുക്കാൻ പറ്റുള്ളൂ. അതായത് അപ്പൊ നീതീകരണം മാത്രം എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ബാക്കിയുള്ള വചനമെല്ലാം തള്ളിക്കളയണം. മനസ്സിലാവുന്നുണ്ടോ? നീതീകരണം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അതാണ് ഞാൻ സ്വർഗത്തിൽ പോകും, അത് മാത്രം മതി. അപ്പൊ വേറൊന്നും വേണ്ട. അപ്പൊ അതെന്താ ചെയ്തിരിക്കുന്നത്? ബാക്കിയുള്ള ഉപദേശങ്ങളെ തള്ളിക്കളയുന്നു. അപ്പൊ പൂർണ്ണമായ പത്യോപദേശം സ്വീകരിക്കാത്തത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇവർ ഭാഗികമായി മാത്രം അറിയുകയും ഭാഗികമായി മാത്രം സംസാരിക്കുകയും ചെയ്തുകൊണ്ട് ക്രിസ്തുവിന്റെ ശരീരത്തെ വിഭജിക്കുന്നവരായി മാറുന്നു. ഇതാണ് ഗേറ്റ് മിനിസ്ട്രീസ് പോലുള്ള മിനിസ്ട്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ന്യൂ ടീച്ചിങ്ങിന് പറയും, ഞാൻ ഓരോ ദുരുപദേശം വരുമ്പോഴും ആലോചിക്കും, ഇതൊന്നും അധികം പേരൊന്നും കേൾക്കുകയില്ലായിരിക്കും, ഇതൊക്കെ ആര് വിശ്വസിക്കാണ്. ശരിക്കും ഈ ഹൈപ്പർ ഗ്രേസ് വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, ഒന്നും, അതായത് ചുമ്മാ കൺഫസ് ചെയ്ത് കഴിഞ്ഞാൽ കൺഫസ് പോലും വേണ്ട. അവസാനം അവർ പറഞ്ഞ കൺഫസ് പോലും വേണ്ട, നിങ്ങൾ എല്ലാവരും ഓട്ടോമാറ്റിക്കലി സേവ്ഡ്. അതായത് ആദമിൽ എല്ലാ മനുഷ്യരും പാപികളായി തീർന്നു പോലെ ക്രിസ്തുവിൽ എല്ലാ മനുഷ്യരും നീതിമാന്മാരായി തീർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ? ആദമിന് പകരം ക്രിസ്തു. അപ്പം ക്രിസ്തു മരിച്ചതോടുകൂടി എന്ത് സംഭവിച്ചു? ആദാമിലുണ്ടായിരുന്നവർ മുഴുവൻ രക്ഷപ്പെട്ടു. കാരണം എന്താ? രണ്ടാമത്തെ ആദം വന്നു. പക്ഷെ ഒരു വലിയ ചോദ്യത്തിന് ഒരു ഉത്തരം പറഞ്ഞില്ല. ആദമിൽ നമ്മൾ എങ്ങനെയാ വന്നത്? ബയോളജിക്കലി. ക്രിസ്തുവിൽ എങ്ങനെയാ വരുന്നത്? ഫെയ്ത്തിൽ, അല്ലെ, കൃപയാൽ, അല്ലെ? ശരിയല്ലേ? ആദമിന്റെ ഭാഗമായി മാറുന്നവരല്ല നമ്മൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി മാറുന്നത്. ആദമിന്റെ ഭാഗമായി മാറിയത് എങ്ങനെയാ? ആദമിലായത് എങ്ങനെയാ? ബൈ ബയോളജിക്കൽ ബർത്താണ്, അല്ലെ? എന്നാൽ ക്രിസ്തുവിലായതോ വിശ്വാസത്താല. അപ്പൊ ക്രിസ്തുവിലുള്ളവരെന്ന് പറഞ്ഞ ആരാ? ആ സകലരും എന്ന് പറയുന്നത് ആരാ? ആ കർത്താവിൽ വിശ്വസിക്കുന്നവരാ ആ സകലരും എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും സകലരും പാപികളായി തീർന്ന ആദം എന്ന് പറഞ്ഞ ബൈ ബർത്ത്. നമുക്കറിയാം, ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ബൈ ബർത്ത് നോ വൺ ക്യാൻ ബിക്കം ഇൻ ക്രൈസ്റ്റ്. അപ്പൊ ക്രിസ്തുവിലായവരും ആദമിലായവരും, അതാണ് ഡിസ്റ്റിങ്ഷൻ. ഈ രണ്ട് ഡിസ്റ്റിങ്ഷൻ, ഈ ഒരു ഒറ്റ ഡിസ്റ്റിങ്ഷൻ മാത്രമേ ബൈബിളിൽ ത്രൂ ഔട്ട് നമുക്ക് ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഞാൻ 2007 എൻ്റെ ഉള്ളിൽ വന്ന ഒരു ദർശനമാണ്. ഉള്ളിൽ വന്ന ദർശനം എന്ന് പറയുന്നതിനേക്കാളും ഒരു കാഴ്ചപ്പാടാണ്, ഒരു കോളിംഗ് ആണ്. ബാക്ക് ടു ദ ഗോസ്പൽസ് എന്നുള്ളത് എന്താണെന്ന് മനസ്സിലാക്കണം. അതായത് സുവിശേഷത്തിലേക്ക് നമുക്ക് എങ്ങനെ മടങ്ങി വരാം. അപ്പൊ ഇന്നലെ എൻ്റെ ഈ മിനിസ്ട്രി മുഴുവൻ ആ ഒരു എൻക്വയറിയുടെ ഉത്തരമാണ്. അപ്പൊ എങ്ങനെ ഈ സുവിശേഷത്തിലേക്ക് മടങ്ങി വരാം എന്നൊരു ചോദ്യം. കാരണം ഇന്നലെ അവർ പറഞ്ഞ എന്താ, ഇന്നലത്തെ ഗേറ്റ് മിനിസ്റ്റർക്കാർ പറഞ്ഞ എന്താ? പൗലോസിലേക്ക് മടങ്ങി. പക്ഷെ സുവിശേഷത്തിലേക്ക് മടങ്ങി വരാൻ നമുക്ക് പറ്റുമെന്നുള്ളതാണ് ഞാൻ ചോദിച്ച ചോദ്യം. അതായത് എന്നെ എപ്പോഴും ചലഞ്ച് ചെയ്തുകൊണ്ടിരുന്ന ക്രിസ്തുവിന്റെ നീതി, റൈച്ചസ്നെസ് എന്നുള്ളൊരു ഭാഗമാണ്. There is no one as righteous as Christ. No one who could preach such lofty things. അത് എനിക്കുള്ളതല്ലാന്ന് കേട്ടാൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. കാരണം ആ റൈച്ചസ്നെസ്സിനെ അത്രയും ഞാൻ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ അതുപോലെ ഒന്നും ഇല്ല. അപ്പൊ എന്റെ ചോദ്യം ഇതായിരുന്നു, എന്തുകൊണ്ട് നമ്മൾ സുവിശേഷത്തിലെ പോലെ അല്ല? ഞാൻ അത്ര സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതുപോലെ അല്ലല്ലോ. അതെന്തുകൊണ്ട്? അപ്പൊ ഈ സുവിശേഷം പ്രസംഗിക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ പലരോടും പോയി ചോദിക്കുമായിരുന്നു, സ്വത്ത് വിറ്റ് ദരിദ്രർ കൊടുത്താൽ എങ്ങനെയിരിക്കും? അന്നേരം ഒരാൾ എന്ന് പറഞ്ഞു, ആദിമസഭ അങ്ങനെ ചെയ്തപ്പോൾ അതെല്ലാം ഫെയിലായി പോകാനും ചെയ്തു. അവരെല്ലാം ദരിദ്രന്മാരായി പോയി. പക്ഷെ അതിന് രണ്ടുത്തരമുണ്ട്. ഒന്ന്, ഈ സ്വത്ത് വിറ്റ് കൊടുത്തവരാരും അധ്വാനിക്കാതെ നോക്കിയിരിക്കുമായിരുന്നു, കർത്താവ് വരുമെന്ന് വിചാരിച്ച് പലരും. രണ്ട്, ക്ഷാമമുണ്ടായത് യെരുശലേമിൽ മാത്രമല്ല. അഗബോസ് പ്രവചിക്കുന്നത് ലോകമെമ്പാടും ഒരു വലിയ ക്ഷാമം ഉണ്ടാകുന്നു എന്നാണ്. യെരുശലേമിലും ആ ക്ഷാമം ബാധിച്ചു. യെരുശലേം ഒരു പട്ടണമായിരുന്നത് കൊണ്ട് ആ ക്ഷാമം അവിടുത്തെ ബിസിനസിനെയും ഇതിനെല്ലാം ബാധിച്ചു. അത് കൂടുതൽ അവരെ അഫക്റ്റ് ചെയ്തു, ശരിയാണ്. പക്ഷെ അത് സ്വത്ത് വീതിച്ച് ദരിദ്രർക്ക് കൊടുത്തുകൊണ്ടാണെന്ന് ബൈബിളിൽ ഒരിടത്തും പറഞ്ഞില്ല. അപ്പൊ ഞാൻ ഇങ്ങനെയുള്ള എൻക്വയറി ചോദിക്കുക, എങ്ങനെ നമുക്ക് ഗോസ്പലിലേക്ക് മടങ്ങിപ്പോ? കാരണം ടീച്ചിങ്സ് ഭയങ്കര റാഡിക്കലാണ്. അപ്പൊ എനിക്കുള്ള എളുപ്പ വഴി യഹൂദൻ അനുസരിച്ചോളൂ എന്ന് പറയുകയാണ്. അപ്പൊ ഞാൻ എന്തിനു തള്ളിക്കളയുന്നത്? അത്രയും വലിയ നീതിയെ ഞാൻ റിജക്ട് ചെയ്യുക. അപ്പൊ ഞാൻ ചിന്തിച്ചത്, ഈ നീതിയെ റിജക്ട് ചെയ്ത് യഹൂദൻ അനുസരിച്ചോളും എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതിന് പകരം എങ്ങനെയാണ് ഈ നീതി എനിക്ക് സ്വന്തമാക്കാൻ പറ്റുന്നത്? എന്തിനാണ് കർത്താവ് ദൈവം തന്നെ ഇറങ്ങി വന്നത്? അല്ലെ മോശയെ പോലെ ഒരു മനുഷ്യനെ വിട്ടാൽ പോരായിരുന്നോ? ഇഫ് ദാറ്റ് വാസ് ഓൺലി അബൌട്ട് ദ ജ്യൂസ്. ദൈവം തന്നെ ഇറങ്ങി വന്ന് ദൈവത്തിന്റെ നീതി പ്രസിദ്ധമാക്കുമ്പോൾ അത്
എനിക്ക് എങ്ങനെ ലഭിക്കും? ഈ കർത്താവ് എനിക്ക് എന്തിനു വേണ്ടി എന്നിലേക്ക് വന്നു? അപ്പൊ അതിന്റെ ഉത്തരം കണ്ടെത്താൻ എനിക്ക് തോന്നുന്നു ഒരു 10 വർഷമെങ്കിലും ഞാൻ എടുത്തു, 2007 മുതൽ. കാരണം യേശുക്രിസ്തുവിന്റെ നീതിയിലേക്ക്, ബാക്ക് ടു ഗോസ്പൽസ്. അപ്പൊ ആദ്യകാലത്ത് എനിക്ക് ഈ ബാക്ക് ടു ഗോസ്പൽസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇത് ലിറ്ററലി പരിശ്രമിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതായത് ലിറ്ററലി കണ്ണു കുത്തിപ്പൊട്ടിക്കാൻ പറ്റുമോ? ഓക്കെ, ഞാൻ ആ കഥ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ ഇങ്ങനെ ആലോചിച്ച്, കണ്ണുള്ളതുകൊണ്ടാണല്ലോ ഇത്രയും പാപം മനുഷ്യനുണ്ടാകുന്നത്. കണ്ണുള്ളത് കൊണ്ടാണ് നമ്മൾ പലതും കാണുന്നത്, സ്വപ്നം കാണുന്നത്, പല ആഗ്രഹം ഉണ്ടെന്ന്, വീടിന് എന്ത് ടൈൽസ് ഇടണം തീരുമാനിക്കുന്നത്, വീടിന് ഏത് പെയിന്റ് അടിക്കണം തീരുമാനിക്കുന്നത്. കണ്ണില്ലാത്തവന് ഏത് പെയിന്റ് ആയാലും കുഴപ്പമില്ല, ടൈൽസ് അടിച്ചാലും അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ടാർപ്പാളിനായാലും അകത്ത് കിടന്ന് സുഖമായിട്ട് ഉറങ്ങാം. കാരണം കണ്ണില്ലല്ലോ, ഒന്നും കാണുന്നില്ല. ആൾക്കാർ കളിയാക്കി ഏതെന്താ പെയിന്റ് ഇല്ല, നമുക്ക് പ്രശ്നമില്ല. കണ്ണില്ലാത്തവന് ഇതൊന്നും. നിങ്ങൾ കണ്ണൊന്നും അടച്ച ഒരു ഒരാഴ്ച ജീവിച്ചു നോക്കി, ഒരു പ്രോബ്ലം ഇല്ല, ഒരു പ്രോബ്ലം ഇല്ല. ഇത്തിരി നടക്കാനൊക്കെ ഇത്തിരി പ്രയാസമൊക്കെ പ്രാക്ടീസ് ആയിക്കോളും. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞ ഒരു പിറ്റേ ദിവസം ആയപ്പം കണ്ണിന് ഭയങ്കര വേദന, കണ്ണിന് വേദന, കണ്ണിന് നീര്. ഹോസ്പിറ്റലിൽ കൊണ്ട് ചെന്നപ്പോൾ ഡോക്ടർ പറയുന്നത് ഗ്ലൂക്കോമയാണ്, കണ്ണിന്റെ കാഴ്ച മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശരീരം കൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാ? കണ്ണ് ചൂഴ്ന്നെടുത്ത് ഞാൻ കളയുമല്ല. പക്ഷെ അന്നേരം ഞാൻ കർത്താവിനോട് പറഞ്ഞു, എന്റെ കർത്താവേ, എനിക്ക് കണ്ണും ചൂഴ്ന്ന് കളയണ്ട, എന്നെ കൊണ്ട് വയ്യ, എനിക്ക് എന്റെ കണ്ണ് തിരിച്ചു തരണേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പോഴെനിക്ക് മനസ്സിലായത്, നമ്മൾ എത്ര നീതി ആഗ്രഹിച്ചാലും നമ്മളെ കൊണ്ട് ഇത് നടപ്പാവും. കണ്ണിനൊന്നും പറ്റിയില്ല. ഇപ്പം 15 വർഷമായി. അപ്പൊ ദൈവം ഒന്ന് നോക്കുമായിരുന്നു, ഇവൻ കണ്ണ് ചൂഴ്ന്നെടുക്കുവാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിന്റെ അവസ്ഥ. ഇത് ഭയങ്കര അഡ്വഞ്ചറസ് ആണ് ഈ ലൈഫ് എന്ന് പറയുന്നത്. ഈ അഡ്വഞ്ചർ എല്ലാം കൂടെ വിട്ട് കളഞ്ഞിട്ട് കർത്താവിനെ തന്നെ യഹൂദന്മാർക്ക് എഴുതി കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാനാ? അങ്ങനെ പതുക്കെ 2009 ആയപ്പോൾ ഞാനൊരു മീറ്റിംഗ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഒരു ആശയം എൻ്റെ ഉള്ളിലേക്ക് വന്നു. കർത്താവ് എനിക്ക് അവന്റെ ജീവനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ എത്തി. എവിടെ നിന്ന്? മത്തായി വായിച്ച്, മർക്കോസ് വായിച്ച്, ലൂക്കോസ് വായിച്ച്, അവസാനം യോഹന്നാന്റെ സുവിശേഷത്തിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇറ്റ് ഈസ് നോ ലോങ്ങർ ഐ. അതായത് നല്ല ഇടയൻ ആടുകൾക്ക് അവന്റെ ജീവനെ നൽകുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ എത്ര ബലഹീനതയുള്ളവനാണെങ്കിലും ഞാൻ വിശ്വസിച്ചാൽ യേശുവിന്റെ ജീവൻ ജീവിക്കാൻ എനിക്ക് അവൻ നൽകുന്നു, അതെനിക്ക് ദാനമായി അവന്റെ ജീവൻ ഉണ്ട് എന്നെനിക്ക് മനസ്സിലാകുന്ന അന്നാണ്. ശരിക്കും അത് ഒരു ലോങ് എൻക്വയറിയാണ്. 2 വർഷം എടുത്തു. ഞാൻ ഇപ്പോഴത് റിഫ്ലക്ട് ചെയ്യുന്നത് ശരിക്കും എന്താണ് ഈ എൻക്വയറി എങ്ങോട്ട് എന്നെ കൊണ്ടുപോയെന്നുള്ളത്. അവിടെ നിന്ന് പതുക്കെ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലേക്ക് ഇറങ്ങി, യോഹന്നാനിന് മുമ്പോട്ട് പോയി അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലേക്കും പൗലോസിന്റെ ഉപദേശത്തിലേക്കും ഒക്കെ എത്ര വർഷങ്ങൾ കൊണ്ടാണ് വന്നത്. എനിക്കൊന്ന് 2016-17 ആയപ്പോഴാണ് ഈ റോമാലേഖനം ഏതാണ്ട് എന്താണെന്നുള്ള കാര്യത്തിലേക്ക് ഒരു കാഴ്ചപ്പാട് എനിക്ക് ഉണ്ടാകുന്നത്. അതിനുമുമ്പ് എനിക്കതൊന്നും അറിയില്ല. ഞാൻ അതിനുമുമ്പ് പ്രസംഗിക്കുന്നുണ്ട്, 2013 പ്രസംഗിക്കുന്നുണ്ട്. പക്ഷെ റോമാലേഖനം എനിക്ക് അപ്പോഴും ക്ലിയർ അല്ല. അപ്പോസ്റ്റലി ഈ ഗോസ്പൽസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ക്ലിയർ അല്ല. അപ്പൊ എവിടെ വേണമെങ്കിലും നമുക്ക് വചനത്തിലേക്ക് നോക്കിയില്ലെങ്കിൽ നമുക്ക് അവിടെ എല്ലാം തിയറിയും തിയോളജിയും ഉണ്ടാക്കാം. അപ്പൊ സുവിശേഷം പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ന്യായപ്രമാണം നമ്മളെ ശരിക്കും വേദനിപ്പിക്കുകയാണ്, നമ്മുടെ പാപങ്ങളെ കാണിച്ചു തരികയാണ്, നമ്മുടെ ജഡത്തിന്റെ ബലഹീനതകളെ കാണിച്ചു തരികയാണ്. കർത്താവ് ന്യായപ്രമാണത്തിന്റെ യഥാർത്ഥ പൊരുളിനെ വെളിപ്പെടുത്തിയപ്പോൾ നമ്മുടെ നിസ്സഹായാവസ്ഥയാണ് വെളിപ്പെടുത്തിയത്. നമുക്കിത് അനുസരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള നിസ്സഹായാവസ്ഥയിൽ കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്നുള്ളൊരു നിലവിളിയാണ് എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയത്. ആ നിലവിളിക്കുന്ന ചുങ്കക്കാരനാണ് രക്ഷപ്പെട്ടത്, നീതി പ്രവർത്തിച്ച പരീശനല്ല രക്ഷപ്പെട്ടത്. അപ്പൊ എൻ്റെ ഉള്ളിൽ നിന്നൊരു നിലവിളിയാണ് ഉണ്ടാകേണ്ടത്. നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർക്കാണ് തൃപ്തി വരുന്നത്. ആത്മാവിൽ ദാരിദ്ര്യമുള്ളവർക്കാണ് ആ നീതിയുടെ സമൃദ്ധി ലഭിക്കുന്നത്. ആയില്ല എന്ന് ചിന്തിക്കുന്നവർക്കാണ് കർത്താവിന്റെ സമൃദ്ധി ഉണ്ടാകുന്നത്. ഇങ്ങനെ പതുക്കെയാണ് ഞാൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ആലോചിക്കുക, അന്നത്തെ സമയത്ത് ഡിസ്പെൻസേഷനിസം അങ്ങനെ തലയിൽ കയറിയാണെങ്കിൽ ഞാൻ ആ സെക്കൻഡിൽ ഈ പറയുന്ന സാധനം എല്ലാം വിട്ടു, അതെല്ലാം യഹൂദന്റെയാണ്, ഞാൻ ഇതാ ഈസി ആയിട്ട് സ്വർഗത്തിൽ പോകുന്ന ഒരു വഴിയിലേക്ക് ഞാൻ എത്തുമായിരുന്നു. ആ നീതിയെക്കുറിച്ചുള്ള ദാഹം എൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയും ഇല്ലായിരുന്നു.
ഇപ്പോഴും നമ്മൾ ഈസി ആയിട്ട് തന്നെയാണ് സ്വർഗത്തിൽ പോകുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് നീതി ഇല്ലാതെ അല്ല പോകുന്നത്? ആ നീതി എനിക്ക് ദാനമായി കുഞ്ഞാടിന്റെ നീതിവസ്ത്രം ലഭിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ആ സ്നേഹം എൻ്റെ ഉള്ളിൽ കർത്താവ് തരുന്നതാണ്. അപ്പോൾ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. ക്രിസ്ത്യാനിറ്റിയുടെ ഹാൾമാർക്ക് എന്ന് പറയുന്നത് തന്നെ ആ ഡിവൈൻ അഗപ്പയാണ്. അതായത് എവിടെ ചെന്നാലും ക്രിസ്ത്യാനിറ്റിയുടെ സ്റ്റാമ്പ് എന്ന് പറയുന്നത് ഈ ഡിവൈൻ അഗപ്പയാണ്. അത് വെളിപ്പെടുത്തുന്നത് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണമാണ്, യേശുവിൽ നമ്മളുള്ള സ്നേഹമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്, യോഹന്നാന്റെ ലേഖനത്തിലാണ്. അപ്പോൾ ശരിക്കും സഭയ്ക്കുള്ളതല്ല ആ സ്നേഹത്തിന്റെ വിവരണങ്ങൾ എങ്കിൽ നമ്മൾ എത്ര ശുഷ്കവും ദരിദ്രവുമാണ്. അപ്പോൾ സ്നേഹമെന്ന നിർബന്ധം, ആ സ്നേഹത്തിന്റെ വളർച്ച, സ്നേഹത്തിന്റെ മെച്യൂരിറ്റി അത് നമ്മളിൽ നിന്ന് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ സുവിശേഷം കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? നമ്മുടെ സുവിശേഷം കൊണ്ട് നമ്മൾ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നില്ല. അപ്പോൾ ശരിക്കും ഈ ഹെറസി എന്ന് പറയുന്നതിന്, എല്ലാ ഹെറസിയും നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ ലഘുവായിട്ട് തോന്നുമെങ്കിലും അത് എക്സ്പാൻഡ് ചെയ്ത് വന്നു കഴിയുമ്പോൾ അത് വചനത്തെ റിജക്ട് ചെയ്യുന്നതായിട്ടും ദൈവത്തെ റിജക്ട് ചെയ്യുന്നതായിട്ടുമാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ക്രിസ്തുവിങ്കിലേക്ക് മടങ്ങി വരിക, ബാക്ക് ടു ഗോസ്പൽസ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഞാൻ ഈ മത്തായിയുടെ സുവിശേഷത്തിന്, മർക്കോസിന്റെ സുവിശേഷത്തിന്, ലൂക്കോസിന്റെ സുവിശേഷത്തിന് ഇതുവരെ പ്രസംഗിച്ചിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് 1-2 വാക്യങ്ങൾ കോട്ട് ചെയ്തിട്ടുള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുപോലെ പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിന്റെ റെഫറൻസസിന് വേണ്ടി പഴയ നിയമത്തിൽ പോയിട്ടുള്ളതല്ലാതെ പഴയ നിയമത്തിൽ പ്രസംഗിച്ചിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്നറിയോ? എനിക്ക് ആ നീതിയിലേക്ക് എത്തണമെങ്കിൽ ഈ ഗോസ്പലിലെ പൂർണ്ണമായ ട്രൂത്ത് എൻ്റെ ഉള്ളിൽ വന്നാൽ മാത്രമേ ഇതെങ്ങനെയാണ് നടപ്പാകുന്നത്. ഇപ്പം ചില വാക്യങ്ങൾ ഇങ്ങനെ ക്ലാരിറ്റി ആയിട്ട് വരുന്നേ ഉള്ളൂ. ഐ എം എ സ്റ്റുഡന്റ് ട്രൈങ് ടു ലേൺ ദിസ്. അതായത് എങ്ങനെ എനിക്ക്, പക്ഷെ ഈ നീതി ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾ പറഞ്ഞില്ലേ, വാളെടുക്കുന്നവൻ അത് എങ്ങനെ മനസ്സിലാകുന്നത്? ആ കർത്താവിന്റെ ടീച്ചിങ്ങിന്റെ ഹോൾ ഗാമറ്റ് ഓഫ് ദ ടീച്ചിങ് അത് മനസ്സിലായെങ്കിൽ മാത്രമേ, ആ പൊരുൾ മനസ്സിലായെങ്കിൽ മാത്രം. കാരണം എന്താ? കർത്താവ് എല്ലാ ഉപമകളിലൂടെയും സിമ്പിൾസിലൂടെയാണ് സംസാരിച്ചിരിക്കുന്നത്. ആ നീതിയുടെ പൊരുൾ മനസ്സിലാകണമെങ്കിൽ ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിച്ച് എന്നിൽ അവന്റെ ജീവൻ വളരണം. വളർന്നു കഴിയുമ്പോൾ എക്സ്പ്ലനേഷൻ ഇല്ലാതെ തന്നെ മത്തായി, മർക്കോസും, ലൂക്കോസും നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? അതിനൊരു ഫർദർ എക്സ്പ്ലനേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാവും. പഴയ നിയമത്തിലേക്ക് ഞാൻ പോകാത്തതിന്റെ കാരണം അത് തന്നെയാണ്. പഴയ നിയമം വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക്, അപ്പം നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് എനിക്ക് പഴയ നിയമം ഇഷ്ടമില്ലാത്തതുകൊണ്ടോ താല്പര്യം ഇല്ലാത്തതുകൊണ്ടോ പുതിയ നിയമം മാത്രം പ്രസംഗിച്ചാൽ മതി എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പഴയ നിയമം വ്യാഖ്യാനിക്കുന്നത് നിങ്ങൾ വിചാരിക്കരുത്. എനിക്ക് അതിനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ്. അതായത് എനിക്ക് അത്രയുമുള്ള ആ ഒരു വെളിപ്പാടിന്റെ തലം കർത്താവ് തരാത്തതുകൊണ്ടാണ്. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ നിയമം സാധാരണ രീതിയിൽ വ്യാഖ്യാനിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ചെങ്കടൽ കടക്കാൻ വേണ്ടി അവർ അടുത്ത് വരുന്നു, നിന്റെ പുതപ്പ് വീശുക എന്ന് കർത്താവ് പറയുന്നു. പുതപ്പ് വീശുന്നു, ചെങ്കടൽ മാറുന്നു, അവർ ചെങ്കടലിന്റെ നടുവിലൂടെ കടക്കും. നിങ്ങളുടെ മുമ്പിൽ കടക്കാർ വന്ന് നിൽക്കുന്നു. കടക്കാരല്ല, കടം തരാൻ കൊടുക്കാനുണ്ട്. വന്ന് നിൽക്കുന്നു, ചെങ്കടൽ മുമ്പിൽ നിൽക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പുതപ്പ് വീശുന്നു. കടക്കാർ 2 വഴിയിലേക്ക് മാറുന്നു, നിങ്ങൾ അതിനെ നടക്കുന്നു. ഇത് ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ ഭയങ്കര എളുപ്പമാണ്. തീയുടെ നടുവിൽ നിങ്ങൾ വീണാലും 4-ാമനായ ഒരുത്തൻ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ഈ കുഞ്ഞു തീകളെയൊക്കെ അങ്ങനെ വലിയ തീകളാക്കി മാറ്റി അതിന് നടുവിൽ കർത്താവ് ഉണ്ടെന്ന് പറഞ്ഞ് ഇതൊക്കെ എളുപ്പമാണ്. പക്ഷെ അതല്ലാതെ വേറൊരു വ്യാഖ്യാനമാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പഴയ നിയമ വചനങ്ങളിലൂടെ എങ്ങനെയാണ് ക്രിസ്തുവിന്റെ നിഴൽ കാണാൻ പറ്റുന്നത്? യേശുക്രിസ്തു എങ്ങനെയാണ് ഹാബേലിന്റെ ലൈഫിലൂടെ, മോശയുടെ ലൈഫിലൂടെ, യശയാവിന്റെ ലൈഫിലൂടെ, എബ്രഹാമിന്റെ ലൈഫിലൂടെ എങ്ങനെയാണ് ക്രിസ്തുവിന്റെ വെളിപ്പാട് അവർക്ക് ലഭിച്ചത്? ആ വൺ പേഴ്സൺ, ക്രൈസ്റ്റ് എലോൺ എന്നുള്ള ആ ഒരു ഷാഡോ, ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഈ പഴയ നിയമത്തെ നോക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് ദൈവം സാധിപ്പിച്ചു തരുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അത് ശരിക്കും നമ്മൾ ആ പഴയ നിയമത്തിലെ ഈ സാധാരണക്കാരായ വിശ്വാസികൾ പഴയ നിയമത്തെ എങ്ങനെയാണ് കണ്ടതെന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണെങ്കിലും, ഈ മോശ എങ്ങനെയാണ് ക്രിസ്തുവിന്റെ നിന്ദ ഇതിനകത്തോടെ കണ്ടതെന്നും, എബ്രഹാം എങ്ങനെയാണ് പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചതെന്നും, രാഹാബ് എങ്ങനെയാണ് സ്വന്തം ജീവൻ റിസ്ക് ചെയ്ത് ഒരു പരിചയമില്ലാത്ത സ്പൈസിന് വേണ്ടി ജീവൻ റിസ്ക് ചെയ്തതെന്നും, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ തല തിരിയണമെങ്കിൽ അത് കുറച്ചും കൂടെ പരിജ്ഞാനം കർത്താവ് എനിക്ക് തരേണ്ടതുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിചാരിക്കായിരുന്നു ആയുസ് കർത്താവ് തരുന്നതനുസരിച്ചായിരിക്കും അത് നടക്കുന്നത്. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അടുത്തൊരു ജനറേഷനിൽ കർത്താവ് വരാൻ താമസിച്ചാൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം യേശു ക്രിസ്തു ലിവ്സ് ഇൻ മീ എന്നുള്ളതാണ്. ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ, മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നമ്മിൽ വസിക്കുന്നു എന്നുള്ളതാണ്
പഴയ നിയമകാലം മുതൽ ഇന്നേ വരെ മറിഞ്ഞു കിടന്നതായ ആ സുവിശേഷത്തിന്റെ അപ്പോസ്തലിക ഉപദേശത്തിന്റെ മർമ്മം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ ഒരു പുസ്തകവും നമുക്ക് വേണ്ടാത്തതല്ല. വി ബിലീവ് ഇൻ ദ യുണീക്ക് പ്രസന്റേഷൻ ഓഫ് ദ ബൈബിൾ. അതുപോലെ തന്നെ യൂണിറ്റി ഓഫ് ദ ബൈബിൾ, അതായത് സ്ക്രിപ്ചറിന്റെ യൂണിറ്റി. ഈ സ്ക്രിപ്ചറിന്റെ യൂണിറ്റി എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ ഡോക്ട്രിനാണ്. നമ്മുടെ സഭ അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ദ യൂണിറ്റി ഓഫ് ദ സ്ക്രിപ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്ക്രിപ്ചർ നെവർ കോൺട്രാഡിക്ട്സ് ഇറ്റ് സെൽഫ്. അതായത് ഒരിക്കലും പരസ്പര വിരുദ്ധമായ ഒരു ഉപദേശവും വേദപുസ്തകത്തിൽ ഇല്ല എന്ന് മാത്രമല്ല, അതൊന്നിനോടൊന്ന് ഇണയായ എല്ലാ വാക്യങ്ങളും ക്രിസ്തു എന്ന ഏക പോയിന്ററിലേക്കും കൃപയാൽ ആത്മാവിനാൽ വിശ്വാസത്താലുള്ള വീണ്ടെടുപ്പിലേക്കും എത്തിക്കുന്നു. മനുഷ്യനെ അന്വേഷിച്ച് ദൈവം ഇറങ്ങി വരുന്ന ആ ഒരൊറ്റ പ്രൊസീജിയറാണ്, ഹിസ്റ്റോറിക്കൽ പ്രൊസീജിയറാണ് ബൈബിളിൽ ഹിസ്റ്റോറിക്കൽ ആൻഡ് പ്രൊസീജിയറൽ അതിന്റെ അൺട്രാവലിംഗ് ആണ് ബൈബിളിൽ ഉള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് വി ഷാൽ ബിലീവ് ഇൻ ദ യൂണിറ്റി ഓഫ് ദ ബൈബിൾ. എല്ലാ ഉപദേശങ്ങളും നമുക്കുള്ളതാണ്. എന്നാൽ പഴയ നിയമത്തിലുള്ളത് നിഴലുകളാണ്. ഫോർ എക്സാമ്പിൾ ദശാംശം, ഇറ്റ്സ് എ ഷാഡോ. ദശാംശം വേണ്ട എന്നല്ല നമ്മൾ പറയുന്നത്, ഇറ്റ്സ് എ ഷാഡോ. ഷാഡോ എന്ന് പറഞ്ഞാൽ എന്താ? അത് എല്ലാം ദൈവത്തിൻ്റെതാണെന്നും നമ്മൾ ഉൾപ്പെടെ ദൈവത്തിന്റെ ആണെന്നും ഉള്ളതിന്റെ ഒരു നിഴലാണ്. അതെനിക്ക് ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത് CSIക്കാരുടെ ഓഫർട്ടറി സമയത്താണ്. CSI ചർച്ചിൽ ഓഫർട്ടറി സമയത്ത് അവർ പറയുന്ന ഒരു വാക്യമുണ്ട്, കർത്താവെ ഞങ്ങൾ നിനക്ക് ഒന്നും തരുന്നില്ല. നമ്മൾ എന്താ പറയുന്നത്? ദൈവത്തിന് കൊടുക്കുന്നു. CSIക്കാർ പറയുന്നത് ഞങ്ങൾ നിനക്ക് ഒന്നും തരുന്നില്ല, നിന്റെ പക്കൽ നിന്ന് തന്നെ വാങ്ങിച്ച് നിന്റെ അടുക്കൽ അർപ്പിക്കുന്നതേ ഉള്ളൂ. അപ്പൊ പോക്കറ്റിൽ 10 രൂപ എടുത്ത് ആയിരിക്കും കൊടുക്കുള്ളൂ. 10 രൂപ കയ്യിലെടുത്തിട്ട് അവർ പറയുന്നത് ഇത് എന്റെ പൈസയല്ല, നിന്റെ കയ്യിൽ നിന്ന് തന്നെ ഇതെടുത്ത് നിനക്ക് തരുന്നതല്ലാതെ നിനക്ക് സമർപ്പിക്കാൻ ഞങ്ങളുടെ കയ്യിൽ വേറെ ഒന്നുമില്ല. എത്ര മനോഹരമാണത്! 5 രൂപയ്ക്ക് 5 രൂപ. നിങ്ങൾ 50,000 കൊടുത്തിട്ട് ഇത് എന്റെ എന്ന് പറയുന്നതിനേക്കാൾ എത്രയും നല്ലതാണ് 5 രൂപ എടുത്ത് കൊടുത്തിട്ട് അത് കർത്താവിന്റെ തന്നെയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ കൂടുതൽ പഠിച്ച് ഇത് എന്താ പറയുന്നത്, ഈ ക്രിസ്തുവിന്റെ ഏകാഗ്രതയിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് നമ്മളുള്ളത്. അപ്പൊ പത്യോപദേശം ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വക ദുരുപദേശങ്ങളെ നേരിടുവാൻ, അതായത് എനിമി ഗേറ്റിൽ വരുമ്പോഴേക്ക് ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ക്രിസ്തുവിനോടുള്ള നമ്മുടെ അറ്റാച്ച്മെന്റ്, അതായത് ഹൗ അറ്റാച്ച്ഡ് ആർ വി ടു ക്രൈസ്റ്റ് എന്നുള്ളതാണ്. എന്തുമാത്രം സ്നേഹം കർത്താവിനോട് നമുക്കുണ്ടെന്നുള്ളതാണ്. കർത്താവിനോട് സ്നേഹം, കർത്താവ് എന്ന് പറഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്നവർ എന്ത് ചെയ്യുന്നു? എന്റെ പ്രമാണങ്ങളെ പാലിക്കുന്നു. അപ്പൊ പ്രമാണങ്ങളെ പാലിക്കുന്നു പറയുമ്പോൾ എനിക്ക് സ്നേഹമുണ്ട്, പക്ഷെ പാലിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇത്ര എൻക്വയറി ഉണ്ടാകുന്നത്. അപ്പൊ കർത്താവിന്റെ കൽപ്പന എന്താ? എന്നെ സ്നേഹിക്കുന്ന എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എന്നും പറഞ്ഞിട്ട് എടുത്താ പൊങ്ങാത്ത കുറെ കൽപ്പനകൾ തന്നിട്ട് പറയാണ് എന്നെ സ്നേഹിക്കുന്നവർ എന്ത് ചെയ്യുന്നു? എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു. അപ്പൊ എടുത്താ പൊങ്ങാത്ത കൽപ്പനകൾ എടുത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ പൊങ്ങാത്ത കൽപ്പനകൾ എടുത്ത് യഹൂദന്റെ നല്ലോട്ട് വെച്ചിട്ട് പറയുന്നു ഐ ലവ് യു ജീസസ്. എങ്ങനെയുണ്ട്? എടുത്താൽ പൊങ്ങാത്ത കൽപ്പനകളെല്ലാം എടുത്ത് യഹൂദന്റെ തല്ലോട്ട് വെച്ചിട്ട് പറയാണ് അത് അവന്മാര് ചുമന്നോട്ടെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എനിക്ക് നിന്റെ സ്നേഹം മാത്രം. കൽപ്പനകൾ അത് യഹൂദന്മാർ നോക്കിയത്. ഓ മൈ ഗോഡ്, അതൊരു ഭയങ്കര ചെയ്തായി. പക്ഷെ അതേ സമയത്ത് സപ്പോസ് ദർ ഈസ് അനദർ എൻക്വയറി ലൈക്ക് നോ, എനിക്ക് പറ്റുന്നില്ല, പക്ഷെ എന്നെ ഒരു പകരക്കാരനിലൂടെ കർത്താവ് ഇത് സാധിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ അനുസരണത്തിലൂടെ എന്നെ നീതിമാനാക്കും. വിശ്വാസത്താൽ ക്രിസ്തുവിന്റെ ഹൃദയങ്ങളിൽ വസിച്ച് ഞാൻ ചെയ്യേണ്ടതിനെ അവൻ ചെയ്ത് എന്റെ പ്രവൃത്തികളെ വളർത്തി സ്നേഹത്തിൽ അതിനെ പെർഫെക്റ്റ് ചെയ്ത് എനിക്ക് ക്രിസ്തുവിന്റെ സ്വഭാവത്തെ ഉണ്ടാക്കി തരും. ഈ പകരക്കാരൻ എനിക്ക് ലൈഫ് ഒഴുകുന്നു, എന്നിലേക്ക് വരുന്നു. അതായത് ആത്മാവിനാൽ ഞാൻ ക്രിസ്തുവിന്റെ ജീവനെ അനുഭവിക്കുന്നു. ഞാൻ ഇംപെർഫെക്റ്റ് ആണ്, പക്ഷെ എന്റെ ഉള്ളിലുള്ള കർത്താവ് പരിപൂർണനായതുകൊണ്ട് ഞാൻ ആ പരിപൂർണതയിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ദാഹം എന്ന് പറയുന്ന കർത്താവിന് വേണ്ടിയാണ്, ഈ കർത്താവിനെ ലഭിക്കാൻ വേണ്ടിയാണ്, കർത്താവ് നമ്മളിലൂടെ ജീവിക്കാൻ വേണ്ടിയാണ് ശരിക്കും നമ്മൾ ഈ നീതിയെ അന്വേഷിക്കുന്നത്. ആ നീതിയുടെ അന്വേഷണം ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്തു ഇല്ലാത്തവരും ക്രിസ്തുവിന് ചേരാത്തവരും അല്ലെ. പൗലോസിന്റെ ഒരു ആൾക്കാരുമാണ്. നമുക്ക് പാവം പൗലോസിനെ ഓർക്കുമ്പോൾ വിഷമമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പോളയും കൾട്ടെന്നതിനെ വിളിക്കാമായിരുന്നു, പക്ഷെ അങ്ങനെ വിളിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇപ്പൊ ഉള്ള ആളുകളുടെ പേര് വെച്ചൊക്കെയോ ഗേറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ വിളിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഓൾ റൈറ്റ്. ഓക്കെ, അപ്പോൾ എല്ലാ തരം ദുരുപദേശങ്ങളുടെയും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നുകിൽ വചനത്തിന്റെ ഫേബ്രിക്കിനെ അറ്റാക്ക് ചെയ്യും, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെ അറ്റാക്ക് ചെയ്യും, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ഉപദേശങ്ങളെ സ്വാധീനിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അതിനകത്ത് കൺക്ലൂഷൻ ആയിട്ട് മനസ്സിലാക്കേണ്ടത്?
യേശു ക്രിസ്തു ഒരു യഹൂദ ടീച്ചറല്ല. ബൈബിളിലെ എല്ലാ വചനങ്ങളും നമുക്കുള്ളതാണ്. കർത്താവ് എന്നെ അന്വേഷിച്ച് വന്നതാണ്. തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ, തന്നിൽ വിശ്വസിക്കുന്ന ഏത് യഹൂദനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവൻ ഇസ്രായേലിനെ സ്നേഹിച്ചു എന്നല്ല, തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവൻ ലോകത്തെ സ്നേഹിച്ചു എന്നാണ്. അപ്പോൾ അതിനർത്ഥം എന്താണ്? നമ്മളോടുള്ള വചനമാണത്, നമ്മോടുള്ള ആശ്വാസമാണ്. അപ്പൊ യോഹന്നാന്റെ ശുശ്രൂഷയും എഫെസോസിലെ സഭയ്ക്ക് ഉള്ളതാണ്, സ്മിർനയിലെ സഭയ്ക്ക് ഉള്ളതാണ്, എല്ലാ സഭകൾക്കും ഉള്ളതാണ്. ഈ ശുശ്രൂഷകളാണ് എന്താ പറയുന്നത്. അപ്പൊ ക്രിസ്തുവിന്റെ അധികാരത്തെ, വചനത്തിന്റെ അധികാരത്തെ നമ്മൾ ലഘൂകരിച്ച് കാണുന്നത് ഇങ്ങനെയുള്ള കൾട്ടുകളിലൂടെയാണ്. ഓക്കെ, ഈ ഫ്രീ ഗ്രേസ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ശരിക്കും കർത്താവിന്റെ കർത്തൃത്വത്തിനെതിരെയുള്ള ഒരു അവഹേളനമാണ്. ശരിക്കും യു വാണ്ട് ഹിം ഓൺലി ആസ് യുവർ സേവിയർ, യു ഡോണ്ട് വാണ്ട് ഹിം ആസ് യുവർ ലോർഡ്. നിങ്ങളുടെ രക്ഷിതാവായി നിങ്ങൾ കർത്താവിനെ ഉൾക്കൊള്ളുന്നു, പക്ഷെ കർത്താവായി ഉൾക്കൊള്ളുന്നില്ല. ശരിക്കും പറഞ്ഞാൽ എല്ലാ ദുരുപദേശങ്ങളിലും ആ ഒരു എലമെന്റ് ഉണ്ട്. വി റെഫ്യൂസ് ടു സബ്മിറ്റ് ടു ദാറ്റ് ലോർഡ്ഷിപ്പ് ഓഫ് ദ ലോർഡ്. ഇതില് ഞാൻ ഈ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു ബ്രദറൻ സഹോദരനോട് ചോദിച്ചു, നിങ്ങൾ ഈ ലോർഡ്ഷിപ്പ് സാൽവേഷൻ ആണോ പറയുന്നത്? അപ്പൊ ഞാൻ ചോദിച്ചു, അത് എന്ത് സാൽവേഷനാണ്? എനിക്ക് മനസ്സിലായില്ല. കാരണം ഇതിനെല്ലാം ഓരോ പേരിട്ടിട്ടുണ്ട്. പേരിട്ട് കഴിഞ്ഞ ആള് പോയി നടത്തും. അപ്പൊ പിന്നെ ഇവർ പറഞ്ഞ ആ ചേസ് ബ്രദർ ഉണ്ടല്ലോ, പുള്ളി ലോർഡ്ഷിപ്പ് സാൽവേഷൻ ആണ് പറയുന്നത്. അപ്പൊ അവർക്കും അറിയത്തില്ലായിരിക്കും ലോർഡ്ഷിപ്പ് സാൽവേഷൻ എന്താണ്. പക്ഷെ അവർ അയാൾ എന്തോ ദുരുപദേശകനാണ്, ഞങ്ങളുടെ ഉപദേശിച്ച് പറഞ്ഞ അയാൾ ലോർഡ്ഷിപ്പ് സാൽവേഷൻ ആണ് പറയുന്നതെന്നാണ്. ഇതാണ് പേരിടുക എന്ന് പറഞ്ഞത്. നെയിം ഇറ്റ് ആൻഡ് യു ഡിസ്ട്രോയ് ഇറ്റ് എന്നാണ്. ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം നിങ്ങളൊരു പേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് തീർന്നു. ഇയാള് പറയുന്നത് ബ്രദറനിസം, ഇയാള് പറയുന്നത് ഇങ്ങനെ ഒരു പേരിട്ടാൽ മതി. അയാള് പറയുന്ന കാൽവിനിസം, അല്ലെങ്കിൽ അയാള് പെലേജിയൻ. ഇപ്പൊ പേരിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരും ആ വഴി തിരിയല്ല. കാരണം നമ്മളതല്ലെന്ന നമ്മുടെ ചിന്ത, നമ്മൾ ആരാന്ന് നമുക്ക് അറിയാനും വേണം. ഓക്കെ, അപ്പോൾ യു നെയിം ഇറ്റ്, യു ബ്രാൻഡ് ഇറ്റ്, ആൻഡ് ദെൻ യു ഡിസ്ട്രോയ് ഇറ്റ് ആൻഡ് യു അബാൻഡൻ ഇറ്റ്, യു ത്രോ ഇറ്റ് അവേ. ഇതാണ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്, നമ്മൾ ബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, നെയിം ഇട്ട് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഒഴിവാക്കും. ഓക്കെ, അപ്പോൾ എല്ലാ ദുരുപദേശങ്ങൾക്കും ഓരോ പേരുണ്ട്. ഈ പേരിട്ടിരിക്കുന്നതിന് അതിനെ നമ്മൾ ജാഗ്രതയോടെ ഇരിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ ബ്രദറുകാർ എന്നോട് പറഞ്ഞു, ഈ ലോർഡ്ഷിപ്പ് സാൽവേഷൻ, അപ്പൊ നിങ്ങൾ ലോർഡ്ഷിപ്പ് സാൽവേഷന്റെ ആളാണോ? അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരുടെ ആളാണെന്ന് ഞാൻ ചോദിച്ചു തിരിച്ചു. നിങ്ങൾ എന്താ പറയുന്നത്, ഈ ലോർഡ്ഷിപ്പ് വേണ്ടെന്നാണോ? അന്നേരം അവർ പറഞ്ഞു, ഇല്ല, നമ്മൾ യേശുവിന്റെ കർത്താവായതുകൊണ്ടല്ല നമ്മൾ രക്ഷപ്പെടുന്നത്, പിന്നെ നമ്മൾ കൃപയാൽ വിശ്വാസത്താലാണ് രക്ഷപ്പെടുന്നത്. അതിനകത്ത് വേറെ ഒന്നുമില്ല, യേശുവിനെ കർത്താവാക്കണം അങ്ങനെ നിയമങ്ങളൊന്നുമില്ല. അത് വളരെ സൂത്രമായി പോയി അതിലെ. ഞാൻ പറഞ്ഞു, അത് ശരിയാണ്, നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് കൃപയും വിശ്വാസം മാത്രം മതി, അല്ലേ? അതല്ലേ, കൃപയാൽ എത്ര നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടു, നിങ്ങൾ പോലും കാരണമല്ല. അപ്പൊ പിന്നെ അതിന്റെ കൂടെ യേശുവിനെ കർത്താവും കൂടെ ആക്കിയാലേ രക്ഷപ്പെടുള്ളൂ എന്ന് പറയാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രവൃത്തിയല്ലേ, ഒരു എക്സ്ട്രാ പ്രവൃത്തിയല്ലേ? രക്ഷയ്ക്ക് അതിന്റെ ആവശ്യം എന്താണെന്നുള്ളതാണ് ചോദ്യം. അന്ന് ആലോചിക്കണം, ഈ നൂല് വെച്ച് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനെയല്ല അതിനെ വ്യാഖ്യാനം. ഇത്ര സിമ്പിൾ ആയിട്ട് നിങ്ങൾ ആലോചിക്കും. നിങ്ങൾ യേശുവിനെ രക്ഷകനായിട്ട് സങ്കല്പിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? സപ്പോസ് ദ ലോർഡ് ഈസ് യുവർ സേവിയർ, വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇറ്റ് മീൻസ് നിങ്ങളെ അവൻ രക്ഷിക്കുവാണ്, അല്ലെ? എവിടെ നിന്ന്? ഈ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് രക്ഷിക്കുന്നത്? ഒന്ന് പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന്, അല്ലെ? പാപത്തിന്റെ ശിക്ഷയായ നരകത്തിൽ നിന്ന്. രണ്ട്, എന്റെ സ്വഭാവത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക്, അതായത് എന്റെ വിശുദ്ധീകരണം എന്ന് പറയും, ഈ സാങ്ക്ടിഫൈങ്, അതായത് അവന്റെ വിശുദ്ധിയാൽ എന്നെ അവൻ വിശുദ്ധീകരിക്കുന്നു. അപ്പൊ രക്ഷയുടെ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് എന്താണ്? എന്നെ അവൻ നീതീകരിക്കുന്നു. ഓക്കെ, എന്നെ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷിക്കുന്നു. അതാണ് എന്റെ ആദ്യത്തെ അഷുറൻസ്. അവനിൽ വിശ്വസിക്കുന്നതിന് ശിക്ഷാവിധി ഇല്ല, ക്രിസ്തുവുള്ളവർക്ക് ഇനി ശിക്ഷാവിധി. ഇനി രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് എന്റെ സ്വഭാവത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് എന്നെ രക്ഷിക്കുന്നു. അതൊരു രക്ഷയാണ്. കാരണം എനിക്ക് എന്റെ സ്വഭാവത്തിൽ നിന്ന് സ്വന്തം ശക്തിയാൽ രക്ഷപ്പെടാൻ സാധിക്കില്ല. എനിക്ക് എന്റെ പ്രവണതകളിൽ നിന്ന്, എന്റെ സ്വാഭാവിക പ്രവണതകളിൽ നിന്ന്, എനിക്ക് ജന്മന ഉണ്ടായ, ജനറ്റിക്കലി ഉണ്ടായ, അല്ലെങ്കിൽ എന്റെ സാഹചര്യം, ഞാൻ വളർന്നു വന്ന സാഹചര്യങ്ങളോട് ഞാൻ അക്വയർ ചെയ്തെടുത്ത ആ ജഡീകമായ സ്വഭാവങ്ങളിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ലാത്തത് കൊണ്ട് കർത്താവ് അവിടെയും എന്നെ രക്ഷിക്കണം. എവിടെ നിന്ന് എങ്ങോട്ട്?
എന്റെ സ്വഭാവത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക്. അതിനെന്ത് വേണം? വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? ഞാനല്ല, ക്രിസ്തു അത്രേ എന്ന് ഞാൻ തുടർച്ചയായി വിശ്വസിക്കുമെന്ന് സംഭവിക്കും. എന്റെ സ്വഭാവം പോയി ക്രിസ്തുവിന്റെ സ്വഭാവം വരും. പതുക്കെ പതുക്കെ ഞാനല്ല, ക്രിസ്തു അത്രേ ജീവിക്കുന്ന പറയുമ്പോൾ എന്റെ ഉള്ളിൽ സ്നേഹമുണ്ടാവും, ക്രിസ്തുവിന്റെ സ്വഭാവം ഉണ്ടാവും, അവന്റെ സ്വർഗത്തിലെ ധനങ്ങളെല്ലാം ഉണ്ടാവും. അങ്ങനെ ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ഞാനല്ല, ക്രിസ്തു അത്രേ എന്ന് പറയണ്ടേ? അതല്ലേ ക്രിസ്തുവിന്റെ കർത്തൃത്വം. അപ്പൊ രക്ഷയിൽ ക്രിസ്തുവിന്റെ കർത്തൃത്വം ഉണ്ടാവുക എന്ന് പറയുന്നത് രക്ഷയ്ക്ക് കാരണമല്ല, പക്ഷെ രക്ഷയുടെ ഫലമാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ രക്ഷിക്കപ്പെട്ട ഒരാളുടെ കർത്താവ് ആരായിരിക്കുള്ളൂ? യേശുക്രിസ്തു മാത്രമായിരിക്കുള്ളൂ. അതാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ ലോർഡ്ഷിപ്പ് സാൽവേഷൻ ശരിയാണെന്ന് വെച്ചാൽ കർത്താവ് നിങ്ങളുടെ കർത്താവ് അല്ലെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ? യേശു ക്രിസ്തു നിങ്ങളുടെ കർത്താവും കൂടെ ആയിട്ടില്ലെങ്കിൽ, ഇഫ് യു ആർ റിജക്ടിങ് ഹിം ആസ് യുവർ ലോർഡ് ബട്ട് ഓൺലി അക്സെപ്റ്റിംഗ് ഹിം ആസ് എ സേവിയർ, അതാണ് ജസ്റ്റിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. അവൻ എനിക്ക് വേണ്ടി മരിച്ചു, ഞാനത് സമ്മതിക്കുന്നു, സ്വർഗത്തിൽ ഇപ്പോൾ റെഡി ആയിരിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള ലൈഫിൽ അവൻ എന്റെ കർത്താവായി വരുന്നോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല എന്ന് പറയുമ്പോൾ യു ആർ നോട്ട് റിസീവിങ് ഹിസ് ലൈഫ്, യു ആർ ഓൺലി ഇന്റലക്ച്വലി അക്സെപ്റ്റിംഗ് ഇറ്റ്. നിങ്ങൾ എന്ത് ചെയ്യുന്നതേ ഉള്ളൂ? അത് ബുദ്ധി കൊണ്ട് നിങ്ങൾ സമ്മതിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ ആത്മാവ് കൊണ്ട് അത് എഗ്രി ചെയ്യുന്നില്ല. ആത്മാവ് കൊണ്ട് എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ജനിച്ച ഒരാളുടെ ഹൃദയത്തിൽ വരുന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വം തന്നെയാണ്. ഈ കർത്തൃത്വമാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത്, നമ്മളെ പഠിപ്പിക്കുന്നതും നമ്മളെ മനസ്സിലാക്കി തരുന്നതും. ഓക്കെ, അപ്പോൾ ദുരുപദേശങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുവാനും പൂർണ്ണമായ വിശദീകരണം പ്രാപിക്കുവാനും നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ഒരു കൺക്ലൂഷൻ ആയിട്ട് പറയുകയാണ്. നമ്മളൊരു ചെറിയ ബ്രേക്ക് എടുക്കാൻ ചായ പുറകിൽ റെഡി വന്നിരിപ്പുണ്ട്. ഇങ്ങോട്ട് നോക്കണ്ട, അതവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, എനിക്ക് വേദവചനത്തിൽ ഒരു ഭാഗം മനസ്സിലായില്ലെങ്കിൽ അത് അവിടെ ഇല്ലാന്നോ അതോ വേണ്ടാന്നോ അല്ല, അത് ദൈവം ഏതോ ഒരു കാലത്ത് എനിക്ക് മനസ്സിലാക്കി തരും. അതിനുവേണ്ടി അത് യഹൂദനുള്ളതാണെന്നും പറഞ്ഞ് വിഭജിക്കുന്നതിനേക്കാളും നല്ലത് കർത്താവിന്റെ ആത്മാവ് നമ്മളെ നടത്താൻ വേണ്ടി കാത്തിരിക്കുന്നതാണ്, ഒരു പൂർണ്ണമായ റെവലേഷൻ നമുക്ക് ലഭിക്കാൻ വേണ്ടി. അതുപോലെ എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത ഒത്തിരി വേദഭാഗങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. ഓക്കെ, ഞാനത് എന്താ പറയുന്നത്, എനിക്ക് അറിയത്തില്ല എന്ന് പറയുന്നത് എനിക്കൊരു ലജ്ജയില്ല. കാരണം ഞാൻ ബൈബിളിനേക്കാളും മിടുക്കനല്ല. എന്റെ ഉള്ളിൽ കർത്താവ് വെളിപ്പെടുത്തി തരുന്ന അത്ര എനിക്ക് അറിയുള്ളൂ. ഉദാഹരണത്തിന് ഒരു ശാസ്ത്രിയുടെ കഥ പറയുന്നുണ്ട്, അല്ലെ? എന്താ, തന്റെ നിക്ഷേപത്തിൽ നിന്ന് പഴയതും പുതിയതും എടുത്തു കൊടുക്കുന്നവനായ ഒരു ശാസ്ത്രിയോട് സദൃശ്യം സ്വർഗരാജ്യം. എന്താന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്തായി പഴയതും പുതിയതും? ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പലരും ചോദിക്കാറുണ്ട്, അത് പാസ്റ്റർ മനസ്സിലായില്ലേ? ഇല്ല. പഴയതെന്ന് പറഞ്ഞാൽ ഇത് പുതിയതെന്ന് പറഞ്ഞാൽ എനിക്കത് കൺവിൻസിങ് അല്ല. ഞാൻ അതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വി ആർ ഓൾവേസ് ലേണിംഗ്. നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഫണ്ടമെന്റൽസ് എന്ന് പറയുന്നത് അത് അവിടെ തന്നെ മാറാതെ നിൽക്കണം. അത് ഏറ്റവും വലിയ ഫണ്ടമെന്റൽ എന്ന് പറയുന്നത് സോളാ സ്ക്രിപ്ചറ എന്നുള്ളതാണ്. ഓക്കെ, വചനം മാത്രം. അവിടെ നിന്നാണ് ബാക്കിയുള്ള തുടങ്ങുന്നത്. വചനം മാത്രം, ദ ഹോൾ ഓഫ് ദ സ്ക്രിപ്ചർ. ഇത് സാധാരണ കോടതിയിൽ സത്യം ചെയ്യുമ്പോൾ അവർ പറയും, എന്താ പറയുന്നത്? ഞങ്ങൾ വി ഡിക്ലെയർ ദ ട്രൂത്ത്, only the whole truth. We declare the truth, the whole truth, the only truth and nothing but the truth. അങ്ങനെയാണെന്ന് തോന്നുന്നത്. സത്യം പറയും, പൂർണ്ണമായും പറയും, അതല്ലാതെ ഒന്നും പറയുകയില്ല. അതുപോലെ തന്നെയാണ് വേദപുസ്തകത്തെ കുറിച്ച് പറയുമ്പോഴും the whole Bible, nothing but the Bible, Bible alone. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ഉപദേശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫൗണ്ടേഷൻ. സോ വി ബിലീവ് എവറി വേർഡ് ഓഫ് ദ സ്ക്രിപ്ചർ. ഇപ്പോൾ കൾട്ടുകളെ തിരിച്ചറിയാവുന്ന ഒരു പരിശ്രമത്തിലാണ് പോകുന്നത്. കൾട്ടുകളുടെ ലക്ഷണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പറഞ്ഞു തുടങ്ങിയിട്ടില്ല, പറഞ്ഞു തുടങ്ങാൻ പോവാണ്. അപ്പൊ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ഗ്രൂപ്പ് ഏതായാലും ഇത് കൾട്ടിൽ പെടുന്നതാണോ എന്ന് നോക്കാനുള്ള ഒരു അവസരമാണിത്. ഓക്കെ, അത് TPM ആകാം, അത് എന്താ പറയുന്നത്, സാക്പനിന്റെ വിഭാഗമോ തങ്കു ബ്രദറോ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ സ്വാധീനത്തിൽ ഞങ്ങളുടെ പാസ്റ്റർ ഉണ്ടല്ലോ എന്ന് നിങ്ങൾ പറയുന്ന ആ ടൈപ്പ് ഒരു ഗ്രൂപ്പിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഇത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, ഇത് കൾട്ടായിട്ടുണ്ടോ എന്ന് നോക്കാം. ചിലപ്പോൾ കൾട്ടായിട്ടുണ്ടാവില്ല, എന്നാലും ഒന്ന് പരിശോധിക്കാം അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് കൾട്ടുകളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? ശരിക്കും കൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. കർത്താവ് പറഞ്ഞ അപ്പത്തെ ചോദിച്ചാൽ കല്ല് കൊടുക്കുന്നു, മുട്ടയെ ചോദിച്ചാൽ തേലിനെ കൊടുക്കും. ഈ കൾട്ടിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കല്ലെടുത്ത് പാക്ക് ചെയ്തിട്ട് അതിന്റെ വിശ്വാസത്തിലേക്ക് കൊടുത്തിട്ട് ഇതാണ് നിന്റെ അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്ക് യു എന്ന് പറഞ്ഞത് മേടിപ്പിക്കാൻ ആ കൾട്ട് ലീഡറിനെ കൊണ്ട് പറ്റും. ഇതാണ് കൾട്ടിന്റെ പ്രത്യേകത. മനസ്സിലായോ?
എന്റെ മകൻ ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ വീട്ടിലെ കൾട്ട് ലീഡറാണ്. അത് അവൻ എന്നോട് ഒരിക്കൽ പറഞ്ഞാണ്, പപ്പ വിചാരിച്ചാൽ വേണമെങ്കിൽ എലികളുടെ അടുത്ത് പോയി നിങ്ങൾ ഈ പൂച്ചയെ വാങ്ങിച്ചോ, നിങ്ങൾക്ക് ഉപകാരം ചെയ്യും എന്നും പറഞ്ഞ് ഈ പൂച്ചയെ അവരുടെ മുമ്പിൽ വിൽക്കാൻ തക്ക ഇൻഫ്ലുവൻസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു പോകുന്നു. പറയുമ്പം ഇത് ചെയ്തു പോവുകയാണ്. കാരണം എലികളോട് എന്ന് പറയുന്നത് ഈ പൂച്ചയെ നിങ്ങൾ വാങ്ങിച്ചോ, നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും എന്ന് പറഞ്ഞ് എലികൾ വിശ്വസിക്കുന്നു. ഇതൊരു കൾട്ടിന്റെ പ്രത്യേകതയാണ്. അതായത് നമ്മള് സത്യമാണ് എന്നും പറഞ്ഞുകൊണ്ട് കള്ളം വിൽക്കാനുള്ള ഒരു എബിലിറ്റി ഈ കൾട്ട് ലീഡേഴ്സിനാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ കൾട്ടിന്റെ അടയാളങ്ങൾ നോക്കാം. നിങ്ങളുടെ സഭയെ നിങ്ങൾ മുറുക്കെ പിടിച്ചോളുക, വിടരുത്. ഒന്ന്, അതിന്റെ ലീഡർഷിപ്പിനോട് പരിപൂർണമായ വിധേയത്വം. ഒരു ചോദ്യവും ചോദിക്കാൻ പറ്റില്ല. വാട്ട് ദ ലീഡേഴ്സ് സേ യു ഒബേ, നോ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ്. ഇത് കൾട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. ഓക്കെ, ആ ലീഡേഴ്സിനെ നമ്മൾ ഒന്നുകിൽ പ്രോഫറ്റ്സ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ അപ്പോസിൽസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ കർത്താവിന്റെ കയ്യിൽ നിന്ന് പ്രത്യേക ഗിഫ്റ്റുകളുള്ള, നമ്മളിൽ നിന്ന് വ്യത്യസ്തരായ വേറെ എന്തൊക്കെയോ ഉള്ള ഒരു പ്രത്യേക ആളായിട്ട് കരുതും. അങ്ങനെ ഒരാളുടെ കീഴിലേക്ക് നമ്മൾ പതുക്കെ സ്ലിപ്പാവും. അപ്പൊ ക്രിസ്തു എന്ന തലയ്ക്ക് പകരം ഇങ്ങനെയുള്ള തലകൾ നമുക്കുണ്ടാവും. അങ്ങനെ രണ്ട് തലകളുള്ള വിചിത്ര ജീവികളായിട്ട് നമ്മൾ. ഓക്കെ, അപ്പോൾ ഇത് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല്, എന്റെ ആത്മീക അഭിവൃദ്ധിക്ക് ഈ മനുഷ്യനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക എന്നുള്ളത് എനിക്ക് വളരെ അത്യാവശ്യമാണ് എന്ന് മനഃശാസ്ത്രപരമായിട്ട് ഇവർ ചിന്തിച്ച് മനസ്സിലാക്കിയെടുക്കും. അപ്പൊ അവർ ചിന്തിക്കുന്നത്, ഞാൻ നന്നാകാൻ വേണ്ടിയാണ് ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങൾ നന്നാകാൻ വേണ്ടിയല്ല, അയാൾ നന്നാകാൻ വേണ്ടിയാണ് അയാൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ നന്നാകാൻ വേണ്ടി ഇയാൾ ഇത്രയും കഷ്ടപ്പെടുന്നു, ഇയാൾ പറയുന്നതെല്ലാം സ്വീകരിച്ചാൽ എന്റെ ആത്മീക അഭിവൃദ്ധിക്ക് അത് നല്ലതായിരിക്കുമെന്ന് വിശ്വസിക്കും. അപ്പൊ അങ്ങനെ നമ്മുടെ ലോയൽറ്റി വാങ്ങാൻ കഴിവുള്ള ആളുകൾ നിയന്ത്രിക്കുന്ന ഒരു ഗ്രൂപ്പിലാണ് നിങ്ങളുള്ളതെങ്കിൽ, ഇഫ് യു ആർ എക്സ്ട്രീംലി ലോയൽ ടു ദ ലീഡർ, യു ആർ ഇൻ ട്രബിൾ. ഇപ്പൊ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾക്ക് തന്റെ ഇടം തോന്നുന്നില്ലെങ്കിൽ, യു ആർ ഇൻ ട്രബിൾ, യു ആർ ഇൻ ബിഗ് ട്രബിൾ. എന്താ ബ്രദറെ പാസ്റ്ററെ ഇങ്ങനെ എന്ന് ചോദിക്കാനുള്ള ആ ഗട്സ് പോകുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് ഐ ആം wielding unnecessary influence and control over you. ഓക്കെ, കാരണം എന്താ, നമ്മൾ എല്ലാവരും ക്രിസ്തുവിന്റെ ശരീരത്തിൽ ഓരോ രീതിയിൽ അവയവങ്ങളാണ്. ശുശ്രൂഷ എന്ന് പറയുന്ന ഒരു കൃപാവരമാണ്, അല്ലാതെ വേറൊരു അതോറിറ്റിയും ആ ശുശ്രൂഷയുടെ കൃപാവരത്തിന്റെ അതോറിറ്റി അല്ലാതെ ഒരു വ്യക്തിക്കും നമ്മുടെ മേൽ യാതൊരുവിധ അധികാരവും ഇല്ല. കൃപാവരത്തിനാണ് അധികാരമുള്ളത്, അത് വിവേചിക്കപ്പെടേണ്ടതുമാണ്. ഓക്കെ, ഇനി അങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ, നിങ്ങളുടെ പാസ്റ്ററോട് കൂടുതൽ വിധേയത്വവും അനുസരണയും കാണിച്ചാൽ നിങ്ങളെ അവർ പരസ്യമായി പുകഴ്ത്തുകയും നിങ്ങൾക്ക് സമ്മാനങ്ങൾ തരികയും നിങ്ങൾ വളരെ നല്ല ഒരാളായിട്ട് അവർ പൊക്കി പറയുകയും ചെയ്യും. മനസ്സിലായോ? അങ്ങനെ ചെറിയ ചെറിയ പൊക്കിപ്പറയൽ കേൾക്കാൻ വേണ്ടിയും ആ ആളുടെ ഒരു ചിരി കാണാൻ വേണ്ടിയും എന്നിൽ അയാൾ പ്രസാദിക്കാൻ വേണ്ടിയും ഞാൻ എക്സ്ട്രാ പാടുപെടും. അപ്പം ആൾക്കാർ വിചാരിക്കുന്നുണ്ട്, ഓ പാസ്റ്റർ എന്ന് നോക്കി ഒന്ന് ചിരിച്ചു കേട്ടോ, വലിയ പറയല, പക്ഷെ ഒരു സന്തോഷം, നാളെയും പാസ്റ്ററിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം തോന്നുന്നുണ്ടോ? യു ആർ ഇൻ ട്രബിൾ. നിങ്ങൾ പോകുന്ന ഗ്രൂപ്പുകളെ കണ്ടെത്തിക്കോ. TPM ഇങ്ങനെ കണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ എല്ലാ ഗ്രൂപ്പുകളെ കുറിച്ചും പറയുന്നില്ല. അവിടുത്തെ പാസ്റ്റർമാരുടെ ആ പ്രസാദത്തിന് വേണ്ടി വിശ്വാസികൾ എന്തും അവർ പറയുന്ന അനുസരിക്കും. സോ മച്ച് ഓഫ് കൺട്രോൾ, അതാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, അങ്ങനെ പതുക്കെ പതുക്കെ ഈ ഗ്രൂപ്പിൽ വളർന്നു വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ നേതാവിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും. നേതാവിനെ പുകഴ്ത്തിക്കൊണ്ടിരുന്നാൽ അവൻ ഗ്രൂപ്പിൽ വളർന്നു വരും. അവൻ പതുക്കെ ഡ്രൈവറായിട്ട് തുടങ്ങും.
പിന്നെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാവും, ഡയറി ആവും, പിന്നെ അവനെ വിളിച്ചാലേ പ്രോഗ്രാം കിട്ടുള്ളൂ, അവൻ ഓൾ ഇൻ ഓൾ ആവും. മനസ്സിലായോ? അങ്ങനെ കൂടെ നിന്ന് പുകഴ്ത്തി പറയുന്നവരെ ഇവർ വലുതായി കൊണ്ടു നടക്കുക. ഇപ്പൊ ബാക്കിയുള്ളവരെല്ലാം എന്താ പ്രോത്സാഹിപ്പിക്കുന്നത്? എന്റെ കൂടെ നിന്നാ നീ ഒക്കെ അനുഗ്രഹിക്കപ്പെടും, നീ ശുശ്രൂഷയിൽ വളരും. ശുശ്രൂഷയിൽ വളരുന്ന എങ്ങനെയാ? നേരത്തെ ബാഗ് എടുത്തുകൊണ്ട് നടന്നവൻ ഇപ്പൊ വണ്ടി ഓടിക്കുന്നു, അതാണ് വളർച്ച. ഇന്നലെ വണ്ടി ഓടിച്ചവൻ ഇന്ന് ഡയറിയിൽ കുറിക്കുന്നു, അതൊക്കെ ഭയങ്കര പ്രോഗ്രസ്സാ. രണ്ടാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം മനസ്സിലായോ? ഇത് കണ്ടുപിടിച്ചോ? ഇവിടെയൊക്കെ ഉണ്ടോ ആൾക്കാർ? ഈ ഗ്രൂപ്പ് ഉണ്ടോ? നിങ്ങൾ മെമ്പേഴ്സ് ഒന്നും അല്ലല്ലോ. അടുത്തത്, ഞങ്ങളാണ് ശരിക്കും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട, ദൈവം ഇടയിൽ ഇറങ്ങി വന്നിരിക്കുന്ന ഒരു ഗ്രൂപ്പ്. അതായത് ഞങ്ങളുടെ പാസ്റ്റർ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം ഇറങ്ങി വരുന്നത്. വേറെ ആര് പ്രാർത്ഥിച്ചാലും ദൈവം ഇറങ്ങി വരത്തില്ല. അത് മാത്രമല്ല, ഇവിടെ നിന്ന് ഒരു കൂട്ടം വിശുദ്ധിയുമായി സ്വർഗത്തിൽ പോകുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളായിരിക്കും. ഞങ്ങളുടെ പാസ്റ്റർമാർ മാത്രമാണ്, ഇനി ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ട് പറയാണ്, ഞങ്ങളുടെ പാസ്റ്റർമാർ മാത്രമാണ് കല്യാണം കഴിക്കാത്ത പാസ്റ്റർമാർ, ഞങ്ങളുടെ പാസ്റ്റർ മാത്രമാണ് വെള്ളോത്സവം ധരിക്കുന്ന പാസ്റ്റർമാർ. അതുകൊണ്ട് ഞങ്ങളുടെ പാസ്റ്റർമാർ വളരെ പ്രത്യേകതയുള്ള പാസ്റ്റർ. അതുകൊണ്ട് ഞങ്ങളുടെ ചർച്ച് മാത്രമേ ശരിക്കും ദൈവത്തിന് ഏറ്റവും പ്രസാദമുള്ള അപ്പോസ്തലന്മാരാൽ നടത്തപ്പെടുന്ന ചർച്ച്. എക്സ്ക്ലൂസിവിറ്റി എന്ന് പറയും. അതായത് എന്നെ സംബന്ധിച്ച് ഞാൻ വിശ്വസിക്കുന്നത്, ഏതെങ്കിലും ഒരു ദേശത്ത് ഒരു ക്രൈസ്റ്റ് സെൻട്രിക് ചർച്ച് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ചർച്ച. അത് IPC ആയാലും ചർച്ച് ഓഫ് ഗോഡ് ആയാലും. ക്രിസ്തുവിന്റെ ഉപദേശം പ്രസംഗിക്കുന്ന ഒരു ചർച്ച് ലോകത്തിൽ എവിടെ ഉണ്ടെങ്കിലും, ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞ പോലെ ഇന്നലെ സ്കോട്ട്ലൻഡിൽ നിന്ന് ഒരു ബ്രദർ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു ചർച്ച ഉണ്ട്, നമ്മുടെ അതേ ഉപദേശം. സന്തോഷം, നമ്മുടെ ചർച്ച. വി ആർ നോട്ട് എൻ എക്സ്ക്ലൂസീവ് ഗ്രൂപ്പ്. നമുക്ക് അങ്ങനെയുള്ള അനേകം ഗ്രൂപ്പുകളുണ്ട്. നമുക്ക് ആകെ പറയുന്ന ക്രൈസ്റ്റ് ഈസ് ദ സെന്റർ ഓഫ് അവർ ലൈഫ്, ഇറ്റ്സ് നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ യു. അതിപ്പോ പെന്തക്കോസുകാരനായാലും ബ്രദറുകാരനായാലും ആരായാലും എങ്ങും പോകുന്നില്ലെങ്കിലും ക്രിസ്തുവാണ് ജീവിക്കുന്നതെങ്കിൽ അവൻ നമ്മുടെ ആളാ. നമ്മൾ ഒന്നിച്ച് സ്വർഗത്തിൽ പോയിരിക്കും. അപ്പൊ ഒരു എക്സ്ക്ലൂസീവിസം ബേസ്ഡ് ഓൺ ഡിനോമിനേഷൻ, അത് ഒരു കൾട്ടിന്റെ പ്രവണതയാണ്. പണ്ട് നമുക്കത് കുറവായിരുന്നു. ഇപ്പൊ എന്ത് പറയാനാണ്? ഈ പെന്തക്കോസിനകത്ത് തന്നെ IPCക്കാർക്ക് അവരുടെ ഒരു ഗമയും, ചർച്ച് ഓഫ് ഗോഡുകാർക്ക് വേറൊരു ഗമയും, AG-ക്കാർക്ക് വേറെ ഒരു ഗമയമാണ്. ഇത് എങ്ങനെ ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എല്ലാം ഇങ്ങനെ പലതാണല്ലോ. അപ്പൊ ഗൾഫിൽ പോയി ആദ്യമൊക്കെ ഇവരെല്ലാം ഒന്നിച്ച വർഷിപ്പ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഇവിടെ നിന്ന് AG-യുടെ സൂപ്രണ്ട് ചെയ്തു, നമുക്ക് AG-യുടെ ഒരു വർഷിപ്പ് തുറന്നു. അപ്പൊ ഇയാൾ വിചാരിക്കും ദൈവവേലയാണ്, ഇതിനെ തകർത്ത് കളയുക, ഏതാ യൂണിറ്റിയെ തകർത്ത് കളയുക. എന്നിട്ട് 5-8-10 പേര് AG സ്പിരിറ്റുമായിട്ട് AG ഉണ്ടാകും. അവർ മനസ്സിലാക്കുന്നില്ല AG എന്നുള്ളതിന്റെ സ്പെല്ലിങ് അഗെയിൻസ്റ്റ് ഗോഡ് എന്നായി മാറി എന്നുള്ള കാര്യം. അപ്പൊ അവർ AG. അപ്പൊ IPCക്കാർ വിചാരിക്കും AG ചർച്ച അവിടെ തുടങ്ങിയോ എന്ന്. IPCക്കാർ അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഓരോരുത്തർക്കും ആത്മാവും കർത്താവും ശുശ്രൂഷകരും ഉണ്ട്. അവരെല്ലാം ഈ എക്സ്ക്ലൂസീവ് സ്പിരിറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. കല്യാണം കഴിക്കുകയാണെങ്കിൽ IPCക്കാർ ഇപ്പൊ IPCക്കാരെ കല്യാണം ആലോചിക്കുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് സംഗതി എത്തിയിരിക്കുകയാണ്. ദിസ് ഈസ് എ ഫോം ഓഫ് എക്സ്ക്ലൂസിവിസം സ്ലോലി ഗ്രോയിങ് ഇൻ അസ്, ഗ്രോയിങ് എമംഗ് അസ്. ഇപ്പൊ കൾട്ടല്ല, കൾട്ട് ആകാനുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഉണ്ടെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, കൾട്ടിനെ തിരിച്ചറിയാനുള്ള കാര്യം, നിങ്ങൾ അവരുടെ കുറ്റം പറയുകയോ വിമർശിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അവർ പറയും, കണ്ടോ സത്യവിശ്വാസികൾ എപ്പോഴും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കും. മനസ്സിലായോ എന്ന് പറഞ്ഞാൽ അതും ഒരു പെർസിക്യൂഷൻ കോംപ്ലക്സ് എന്ന് പറയും. അതായത് നിങ്ങൾ അവർ ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഇന്നലെ ഒരു കൾട്ടിനെ കുറിച്ച് അവരുടെ പ്രതികരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യവിശ്വാസത്തെ എങ്ങനെ എപ്പോഴും വെറുതെ ലോകം എതിർത്തുകൊണ്ടിരിക്കും. അതായിരിക്കും അതിന്റെ റെസ്പോൺസ്. ഈ പെർസിക്യൂഷൻ കോംപ്ലക്സ് ആണ്. നമ്മളെ ആൾക്കാർ ഉപദ്രവിക്കുന്നത് അത്ഭുതമില്ല, അത് ക്രിസ്തുവിനെ പ്രതിയാ, അല്ലാതെ വേറൊന്നിനെയും പ്രതിയുമല്ല. അപ്പോൾ ആരെങ്കിലും ഒന്ന് വിമർശിക്കുകയോ നിങ്ങൾ ചെയ്യുന്ന തെറ്റാണോ എന്ന് പറയുകയും ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫിനാൻഷ്യൽ തട്ടിപ്പ് കാണിച്ചതിന് ഗവൺമെന്റ് ഒരു പാസ്റ്ററെ പിടിച്ച് അകത്തിട്ടെന്ന് വിചാരിച്ചോ, ഇവരവരുടെ ചർച്ചക്കാരുടെ എന്തായിരിക്കും പറയുന്നത്? കർത്താവിന് വേണ്ടി ഇറങ്ങിയതുകൊണ്ട് അവർ സുവിശേഷ വിരോധികൾ ഒറ്റിക്കൊടുത്ത് എന്നെ പീഡിപ്പിക്കുന്നതെന്നല്ലേ പറയുള്ളൂ, അല്ലെ? എന്തെങ്കിലും ആരോപണം ഉണ്ടായ പറയും ഇത് ദൈവവേലക്കെതിരെയുള്ള സാത്താന്റെ പോരാട്ടമാണ്, ക്രിസ്തുവിനെ പ്രതിയുള്ള കഷ്ടമാണെന്ന് പറയും. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവരുടെ തീരുമാനത്തെയോ അവരുടെ ആശയങ്ങൾ വിമർശിച്ചാൽ ഉടനെ അവരെന്താ പറയും? ഇതെല്ലാം കൾട്ടുകളുടെ സ്വഭാവമാണ്. കാരണം അവർ സത്യത്തെ ഫേസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ആരെങ്കിലും എന്തെങ്കിലും ഒരു വിമർശിച്ചാൽ പറയും നിങ്ങളൊന്നും ദൈവത്തിന്റെ ഗ്രൂപ്പ് അല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ വിമർശിക്കും. ഓക്കെ, ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കൺട്രോൾ ആണ്. കൺട്രോൾ.
എന്ത് പ്രസംഗിക്കണം എന്നുള്ളതിന്മേൽ കൺട്രോൾ, എന്ത് മെഡിറ്റേറ്റ് ചെയ്യണം എന്നുള്ളതിന്മേൽ കൺട്രോൾ, എങ്ങനെ കല്യാണം കഴിക്കണം എന്നുള്ളതിനകത്ത് കൺട്രോൾ. നമ്മുടെ ചർച്ചിലെ ഒരു സഹോദരി, പേര് പറയുന്നില്ല, അവരുടെ മക്കള് ഒരു വിശ്വാസിയെ കല്യാണം കഴിച്ചാലും അത് മലയാളി ട്രഡീഷനിലുള്ള ആളല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ അവരോട് പറയാണ്, നിങ്ങൾ ട്രഡീഷൻ കാത്തു സൂക്ഷിക്കുന്നവരല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി നിങ്ങളുമായിട്ട് വേറൊരു സംബന്ധത്തിന് താല്പര്യമില്ല. അപ്പോൾ എന്താണ് അതിനർത്ഥം? എങ്ങനെ കല്യാണം കഴിക്കും എന്നതിനാ പോലും ആരാ തീരുമാനിക്കുന്നത്? ഒരു കല്യാണം വന്ന് എല്ലാം ശരിയായി, വിശ്വാസത്തിന്റെ കാര്യത്തിലും തർക്കമില്ല, പെൺകുട്ടിയുടെ കാര്യത്തിലും തർക്കമില്ല. കർത്താവ് പറഞ്ഞാൽ പോലും ഇവർ പറയും, പാസ്റ്ററോടൊന്ന് പറയട്ടെ, പാസ്റ്റർ ഒന്ന് പറഞ്ഞാലേ സമ്മതിക്കാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് സോ മച്ച് ഓഫ് കൺട്രോൾ ബൈ ദ പാസ്റ്റർ. പാസ്റ്റർ പറയേണ്ടെന്നല്ല, പക്ഷെ ഡിസിഷൻ എടുക്കുന്ന പാസ്റ്റർ അല്ല, അത് ആരെടുക്കണം? അപ്പൊ നമ്മുടെ ലൈഫിലെ ഡിസിഷൻസ് എടുക്കാൻ ഈ പാസ്റ്ററെ വിടുക എന്ന് പറയുന്നത് തന്നെ എന്താ അതിന്റെ അർത്ഥം? അതും ഈ കൺട്രോളാണ്. അപ്പൊ ഈ മനുഷ്യരിൽ വലിയൊരു പങ്കും കൺട്രോൾ ഫ്രീക്സ് ആണ്. മനുഷ്യരിൽ വലിയൊരു പങ്കും കൺട്രോൾ ഫ്രീക്സ് ആണ്. അവർക്ക് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഭാര്യമാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താക്കന്മാരെ കൺട്രോൾ ചെയ്യാൻ ഇഷ്ടമല്ലേ? നടക്കുന്നില്ല, അത് വേറെ കാര്യം. ഇഷ്ടമാണ്. ഭർത്താക്കന്മാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരെ കൺട്രോൾ ചെയ്യാൻ വളരെ ഇഷ്ടമല്ലേ? പക്ഷെ ചെലവാകുന്നില്ല, അത് പഴയ കാലമല്ല, ചെലവാകുന്നില്ല, അത് കാര്യം. പക്ഷെ വി ഓൾ നീഡ് ടു കൺട്രോൾ. അതായത് പിള്ളേരെ കൺട്രോൾ ചെയ്യാൻ പേരൻസിന് ഭയങ്കര ഇഷ്ടമാണ്. അത് 30 വയസ്സായാലും 35 വയസ്സായാലും 40 വയസ്സായാലും. ഇപ്പൊ എനിക്ക് 50 വയസ്സാകുമ്പോഴാണ് എന്റെ ദൈവമേ ഇത്ര പെട്ടെന്ന് ആയിക്കോട്ടെ. അതാ ഞാൻ തന്നെ എന്നെ ഓർപ്പിച്ചു. എന്റെ അപ്പനൊക്കെ വിചാരിച്ചിരിക്കുന്നത്, എന്റെ പിതാവ്, കുടുംബം എല്ലാം വിചാരിച്ചിരിക്കുന്നത് എന്നെ ഇനിയും കൺട്രോൾ ചെയ്യേണ്ടതുണ്ടെന്ന് തന്നെയാണ്. കാരണം എല്ലാ പേരൻസും അങ്ങനെ തന്നെയാണ്. അപ്പൊ അവരുടെ കുറ്റമല്ല. ഇപ്പൊ ഞാൻ എന്റെ മകൻ എവിടെ പോകുന്നത്, എന്താ ചെയ്യുന്നുള്ള കാര്യത്തിൽ എനിക്കൊരു നിയന്ത്രണം ഉണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. വി ആർ ഓൾ നാച്ചുറലി കൺട്രോൾ ഫ്രീക്സ്. പിന്നെ നടക്കുന്നില്ല, അതുകൊണ്ട് വിട്ടതാ. ശരിയല്ലേ? അപ്പൊ നമ്മുടെ കുടുംബത്തിന്റെ എന്റെ എല്ലാ കൺട്രോള് ഒരു ചർച്ചിലെ പാസ്റ്ററിനെ കൊടുത്തേക്കും. ആ പാസ്റ്ററിന്റെ രസം എന്തായിരിക്കും അല്ലേ? ആ പാസ്റ്റർ ഡിറൈവ് ചെയ്യുന്ന ആ സെൻഷ്വൽ പ്ലഷർ. ഞാൻ പറഞ്ഞാലേ ചേസ് രാവിലെ ഇഡ്ഡലി വേണോ ദോശ വേണോ തീരുമാനിക്കുള്ളൂ. കൺട്രോൾ. ഏത് വസ്ത്രം ധരിക്കണം? കൺട്രോൾ. താടി വെക്കണോ വേണ്ടയോ? അത് എത്ര ഭാഗം ഷേവ് ചെയ്യണം? ബുൾഗാൻ. ഒയ്യോ, കർത്താവ് ഇഷ്ടപ്പെടുന്നില്ല. സായിപ്പാണെ കുഴപ്പമില്ല, നമുക്ക് പാടില്ല. നമ്മുടെ കർത്താവ് ഈസ് ഡിഫറെന്റ്. ഞാൻ ബുൾഗാനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല. ഇങ്ങനെ എല്ലാ ലൈഫിന്റെ കോർണറിലും ഈ കൺട്രോളാണ്. ഇതും ഒരു കൾട്ടിക് മെന്റാലിറ്റിയാണ്. ഓക്കെ, ഇപ്പൊ ചെറിയ ചെറിയ കൾട്ട് എലമെന്റ്സ് എല്ലായിടത്തും ഉണ്ട്. ഇനി വേറൊരു കൾട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, പരസ്യമായിട്ട് പറയാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ സഭകളുടെ എല്ലാം പേരുകൾ പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ വിവേചിച്ചോളാൻ പറഞ്ഞത്. ഓക്കെ, ഇനി വേറൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ കൂട്ടത്തിലല്ലാത്ത ബന്ധുക്കളോട് മിണ്ടാൻ, ഇടപെടാൻ അവർ സമ്മതിക്കില്ല. ചില കൾട്ടുകൾ അങ്ങനെയാണ്. അതായത് നിങ്ങൾ അതിനകത്ത് പെട്ട് കഴിഞ്ഞാൽ പിന്നെ പറയും, അത് ഞാൻ എൻ്റെ ചേട്ടന്റെ വീട്ടിലെ കല്യാണത്തിന് പോയേക്കുമായിരുന്നു, അവിശ്വാസികളുമായി ഇണയില്ല പിണ കൂടരുത്. അപ്പൊ അവരെ നാളെ കർത്താവിന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ നമ്മളവരെ സ്നേഹിക്കണ്ടേ? പറയും ഇതെല്ലാം അവിശ്വാസികളുമായുള്ള കൂട്ടുകച്ചവടമാണ്, നിങ്ങൾ ആ കല്യാണത്തിന് പോകരുത്. അവസാനം നമ്മളെ സമൂഹത്തിനും വേണ്ട, കുടുംബത്തിനും ശത്രുക്കളായി അവസാനം ഇവരും നമ്മൾ ഒരു ദിവസം തള്ളിക്കളയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെല്ലാം വെറും കൺട്രോളിന്റെ ഭാഗമായി ഉണ്ടായതാണ്. മക്കൾ എവിടെ പഠിക്കാൻ വിടണം? കഴിഞ്ഞ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു പാസ്റ്റർ പറയാണ്, ആ കൊച്ചിന് എവിടെ അഡ്മിഷൻ കിട്ടി, എഞ്ചിനീയറിംഗിനാണ്. ഒരു നാട്ടുമ്പുറത്തുകാരൻ പാസ്റ്ററാണ്. പുള്ളി എന്നോട് പറയാ, കൃഷിപ്പണി മാത്രമാണ് ദൈവത്തിന് ഇഷ്ടമുള്ള പണി. ഈ കൊച്ചിന് കൃഷിപ്പണി ഒന്നും അറിയാൻ മേല. അപ്പൊ ആ പാസ്റ്റർ കൺട്രോൾ എന്നുള്ള കപ്പാസിറ്റി ഇല്ല, പാവമാണ്. ആ കൺട്രോളുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും കൃഷിക്കാരാക്കി പുള്ളി മാറ്റിയനെ. ഇവിടെ ഒരു പ്രത്യേകതരം കൾട്ടുണ്ട്, അതിന് രക്ഷപ്പെട്ടു പോകുന്ന ഒത്തിരി പേര് നമ്മുടെ ഇതിലുണ്ട്. അവർ പറഞ്ഞെന്നു വെച്ച് കഴിഞ്ഞാൽ,
7 വർഷമുള്ള മഹാപീഡനകാലം തുടങ്ങി. അത് കഴിഞ്ഞ് കർത്താവ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോ ഈ 7 വർഷക്കാലം ഭയങ്കര പെർസിക്യൂഷൻ വരും. രണ്ടാമത്തെ 3.5 വർഷക്കാലം കഷ്ടമായിരിക്കും. അതുകൊണ്ട് നമുക്ക് സ്ഥലമെല്ലാം വിറ്റ് ഒരു സങ്കേത പട്ടണം ഉണ്ടാക്കും. അങ്ങനെ പറഞ്ഞ അവർ ഇടുക്കിയിലും വയനാട്ടിലും 2 സങ്കേത പട്ടണങ്ങൾ ഉണ്ടാക്കി. പല ആൾക്കാർ ഇവിടുന്ന് വീട് വിറ്റ് കാശ് ഉണ്ടാക്കി അവിടെ പോയി താമസിച്ചു. പൈസ കൊടുക്കാനില്ലാത്തവർക്ക് അവിടെ പണിയെടുക്കാം, പൈസ കൊടുക്കാനുള്ളവർക്ക് ചുമ്മാ ഇരിക്കാം. അതാണ് സങ്കേത പട്ടണം. ആലോചിച്ച് അത് വിശ്വസിച്ച് മലയാളികൾ സ്വത്ത് വിറ്റ് പൈസ കൊണ്ടുപോയി കൊടുത്ത് സങ്കേതപട്ടണം ഉണ്ടാക്കുക. അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം പെർസിക്യൂഷൻ വരും. അപ്പൊ ഇടുക്കിയിൽ വരില്ലേ, വയനാട്ടിൽ വരില്ലേ? അവർ വിചാരിക്കുന്ന ഇടുക്കിയും വയനാടും ഒക്കെ ഇപ്പോഴും എന്താ പറയുന്ന ആൾക്കാർ കയറി ചെല്ലാത്ത, വർത്തമാനപത്രം പോലും ചെല്ലാത്ത, ബസ് പോലും ചെല്ലാത്ത ഏതോ കുഗ്രാമമാണെന്ന് വിചാരിച്ചിരിക്കുന്നു. ഞാൻ ഒരു ഇടുക്കിക്കാരനാണ്. അവിടെ മല്ലപ്പള്ളിയേക്കാളും ഡെവലപ്ഡ് ആണ്. മല്ലപ്പള്ളി ഇനി ഡെവലപ്പ് ചെയ്യാനൊന്നും പോകുന്നില്ല. അതിന്റെ കാരണം നമ്മുടെ ഇവിടുത്തെ പിള്ളേരെല്ലാം അമേരിക്കയിലും ഗൾഫിലും ഒക്കെ പോയി പ്രായമായവരെ അപ്പച്ചന്മാരും അമ്മച്ചിമാർക്കും വേണ്ടി ഇവിടെ എന്നാ ഷോപ്പിംഗ് തുടങ്ങാനാ. അവരൊക്കെ വരുമ്പോഴേ അവിടെ നിന്നൊക്കെ ഷോപ്പ് ചെയ്താ കൊണ്ടുതരുന്നത് ഇവിടെ. അന്നേരം ഇവിടെ നമ്മൾ ഈ പ്രായമായ അപ്പച്ചന്മാർ മാത്രമുള്ള ഒരു ദേശമായിട്ട് മല്ലപ്പള്ളി മാറാൻ പോവാണ്. മല്ലപ്പള്ളി അല്ല, ഏരിയ മുഴുവൻ. അവർക്ക് വേണ്ടി മൊബൈൽ ഷോപ്പ് തുടങ്ങിയിട്ട് കാര്യമില്ല, ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങിയിട്ട് കാര്യമില്ല. സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന, ഏൺ ചെയ്യുന്ന പോപ്പുലേഷനോ ബിസിനസ്സോ ഇൻഡസ്ട്രിയോ ഒന്നുമില്ലാത്ത, വെളിയിൽ പോയി സമ്പാദിച്ചു വരുന്ന ആളുകളുടെ പണം കൊണ്ട് മാത്രം ജീവിക്കുന്ന സമൂഹങ്ങളാണ് ഈ ഏരിയയിൽ മുഴുവനുള്ളത്. അതല്ല, നല്ല അധ്വാനങ്ങളാണ്. ഞാൻ പറഞ്ഞത് ഇവിടെ ബിസിനസ് തുടങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ ഇവിടെ ബിസിനസ്, അതുകൊണ്ട് തന്നെ ഈ മല്ലപ്പള്ളിയെ പോലുള്ള സ്ഥലങ്ങൾ അധികം പ്രോഗ്രസ് ചെയ്യാൻ, ഡെവലപ്പ് ചെയ്യാൻ പോകുന്നില്ല. അതിന്റെ കാരണം ഇതാണ്, ഇവിടെ ആ ഡെവലപ്മെന്റ് വേണ്ട ആൾക്കാരെല്ലാം കാനഡയിലേക്കും ജർമ്മനിയിലേക്കും കുടിയേറാൻ വേണ്ടി എക്സാം എഴുതിക്കൊണ്ട് 2ാമതും 3ാമതും തോറ്റിട്ടും 8ാമതും 10ാമതും എഴുതിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി. അപ്പൊ ഇവിടെ ബിസിനസ് കൊണ്ട് നടത്തിയിട്ട് എന്ത് കാര്യം? ഓക്കെ, അപ്പോൾ ലൈഫിന്റെ കൺട്രോൾ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം, വ്യവസായം ചെയ്യണോ, എല്ലാം തീരുമാനിക്കുന്നത് നിങ്ങളുടെ ചർച്ചിലെ പാസ്റ്റർ ആണെങ്കിൽ, ആ പാസ്റ്റർ പറയാതെ, ദൈവാലോചനയാണ് പറയാതെ നിങ്ങൾക്കൊരു സമാധാനം ഇല്ലെങ്കിൽ യു ആർ ഇൻ ട്രബിൾ, ബിഗ് ട്രബിൾ. ആ പാസ്റ്റർ നിങ്ങളെല്ലാം കൺട്രോൾ ചെയ്തോണ്ട്. എന്നോട് പറയുന്നതോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ പ്രാർത്ഥിച്ച് എന്താന്ന് വെച്ചാൽ എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു വിവരമില്ല, ഞാൻ എന്നെ ചെയ്യാൻ പറ്റും? അതായത് പാസ്റ്റർ എന്ന് പ്രാർത്ഥിക്കണേ, എന്റെ കൊച്ചിന് എഞ്ചിനീയറിംഗിന് പോയാലും കൊള്ളാന്നുണ്ട്, ഡോക്ടർ ആവാൻ പോയാൽ കൊള്ളാന്നുണ്ട്. ഏത് പോകുന്നതാണ് ദൈവത്തിന്റെ ഹിതം? എവിടെ പോയാലും ജയിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാ. അത് ദൈവഹിതം എന്നൊന്ന് പ്രാർത്ഥിച്ചു പറയണം. അപ്പം പാസ്റ്റർ പറയും അത് ഡോക്ടർ ആകാൻ പോകുന്നതാണ് ദൈവഹിതം. ആ പുള്ളിക്ക് എങ്ങനെ മനസ്സിലായി? അത് ആ ഗമേല പറയുള്ളൂ. അത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും. അതിന്റെ ആ ഒരു സ്റ്റൈലുണ്ട്, അത് ആ സ്പിരിച്വൽ അതോട്ട് എക്സസൈസ്. ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഇത് കൾട്ട് അല്ലാത്ത എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ബലമായിട്ട് അവരൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ബലമായിട്ട് ചെയ്യേണ്ട അധികാരമില്ല. അതുകൊണ്ടാണ് നമ്മുടെ ചർച്ചകളൊന്നും കൾട്ടായിട്ട് വിളിക്കപ്പെടാത്തത്. കൾട്ടിന്റെ എല്ലാ സ്വഭാവങ്ങളുണ്ടെങ്കിലും ബലമായിട്ട് അത് ചെയ്യാനുള്ള ഗട്ട്സ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത് കൾട്ടായിട്ട് മാറാത്തത്. എന്നാൽ ചില സൂപ്പർ ലീഡേഴ്സിന് അവരുടെ അനുയായികളെ എങ്ങനെ വേണേലും ബെൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. സോൾ പവർ എന്ന് പറയും. അതായത് എതിർ ക്രിസ്തുവും ഒരു വലിയ സോൾ പവറോട് കൂടിയാണ് വരുന്നത്. അവർ എഴുന്നേറ്റ് വരുമ്പോൾ നമുക്കൊന്ന് എഴുന്നേക്കണം എന്ന് തോന്നും. പാസ്റ്റർമാർ വരുമ്പോഴേക്കും ജനങ്ങൾ മുഴുവൻ എഴുന്നേക്കുന്നു. അത് ഞാൻ കണ്ടിട്ട് എനിക്ക് നിലവിളിക്കാൻ തോന്നിയിട്ടുണ്ട്. ഞാൻ വരുമ്പോൾ ആൾക്കാർ എഴുന്നേക്കുന്ന കാണുമ്പോൾ ഞാൻ കുറച്ചു നേരം മാറി നിൽക്കും, ഇവരൊന്ന് കാണാതെ ഒന്ന് ഫ്രണ്ടിലോട്ട് വരണം. ഇങ്ങനെയുള്ള ബഹുമാനങ്ങൾ ഒരു പാസ്റ്റർക്കും ആവശ്യമില്ല. ഇതെല്ലാം കൾട്ടിന്റെ സ്മെല്ലടിക്കുന്ന വൃത്തികേടുകളാണ്. കൾട്ടായിട്ടില്ല, വേണമെങ്കിൽ ആകാം. അതുകൊണ്ട് അൺഡ്യൂ കൺട്രോൾ ഓവർ അവർ ലൈഫ്സ് ഓർ ഡിമാൻഡിങ് ആൻ അൺഡ്യൂ റെവറൻസ്, ഇതെല്ലാം ക്രിസ്തുവിന്റെ സ്ഥാനത്തേക്ക് ആരാധ്യ പുരുഷന്മാർ വരുന്നതിന് തുല്യമാണ്, അപമാനകരമാണ്. ഓക്കെ, ഈ ഐസൊലേഷൻ, അതായത് കൾട്ടുകളുടെ ഒരു പ്രത്യേകതയാണ് നമ്മളെ പോലെ അല്ലാത്തവർ നമുക്ക് ശത്രുക്കൾ എന്നുള്ളത്. അത് ടി പി എംകാർക്ക് ആ കോംപ്ലക്സ് ഉണ്ട്.
പല ചർച്ചുകൾക്ക് ആ കോംപ്ലക്സ് ഉണ്ട്. ഞങ്ങളെ പോലെ അല്ലാത്തവർ ഞങ്ങളുടെ ശത്രുക്കൾ. ദ ഓൺലി ചർച്ച്. അപ്പോൾ ആ ഒരു ഐസൊലേഷൻ. പിന്നെ വേറൊരു കാര്യമുണ്ട്, അവരുടെ ഗ്രൂപ്പിൽ നിന്ന് ആരെങ്കിലും വെളിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ അടുത്ത് മിണ്ടാൻ പോലും ആരെയും അനുവദിക്കും. ഞാൻ പേര് പറയാതെ ഒരു കൾട്ടിന്റെ കാര്യം പറയാം, നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ മിണ്ടണ്ട, കാരണം ഇത് റെക്കോർഡിംഗ് ആയിട്ട് യൂട്യൂബിൽ പോകുന്നതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത്. ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുടെ പേരിലുള്ള ഒരു ചർച്ച, അതൊരു ശിഷ്യത്വ സഭയെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. അവിടെ ഒരു ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ യങ് ഫ്രണ്ടാണ് അദ്ദേഹം. ഈ മനുഷ്യന്റെ ഒരു ജന്മദിന വാർഷികം ആഘോഷിക്കാൻ വേണ്ടി പോവാണ്. അതായത് ആരുടെയാണ്? ഒരു സ്പിരിച്വൽ ലീഡറിന്റെ ജന്മദിന ആഘോഷിക്കാൻ വേണ്ടി 300-400 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി പോവാണ്. ജാഥ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യനെ പുകഴ്ത്തിക്കൊണ്ട് എല്ലാവരും എഴുന്നേറ്റുന്ന ഒരു പാട്ട് പാടി. ദാറ്റ് സോങ് വാസ് അബൌട്ട് ദാറ്റ് പേഴ്സൺ. അപ്പൊ ഇദ്ദേഹം ആ മനുഷ്യനോട് ചോദിച്ചു, ഈ പയ്യൻ ആ മനുഷ്യനോട് ചോദിച്ചു, പിന്നീട് ഒരു ലെറ്ററിലൂടെ, ദൈവത്തെ പ്രകീർത്തിച്ചല്ലാതെ നമ്മൾ മനുഷ്യനെ പ്രകീർത്തിച്ച് എഴുന്നേറ്റ് നിന്ന് പാടുന്നത് ഉചിതമാണോ? അതെന്തുകൊണ്ടാണ് അനുവദിക്കപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ഒരു ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളാണ്, നീ എന്നോട് ഇത് ചോദിക്കാൻ നിനക്ക് എന്താണ് കാര്യം? നീ നിന്റെ എൽഡറിനോട് ചോദിക്കും. ആ എൽഡർ ഇദ്ദേഹത്തെ ഒന്ന് വഴക്ക് പറയുന്നത്, ഹൗ ഡെയർ യു ക്വസ്റ്റ്യൻ അവർ ലീഡർ എന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് അവർ സഭയിൽ നിന്ന് പുറത്തായപ്പോൾ അവരുടെ ചർച്ചിലുള്ളവർ പറഞ്ഞു, അവന്റെ കല്യാണം കൂടാൻ പോലും ഒരുത്തിനും പോയേക്കരുത്. ആരും വന്നില്ല, ഒരൊറ്റ ആള് പോലും അവന്റെ കല്യാണത്തിന് വന്നില്ല. ഇതാണ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. നമ്മള് കർത്താവിന്റെ നാമത്തിൽ ഇറങ്ങുമ്പോൾ ആദ്യം നമ്മുടെ ബന്ധുക്കളും പ്രിയപ്പെട്ടവരെല്ലാം നമ്മളെ കൈവിടും. എന്നിട്ട് നമ്മൾ ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരുടെ പറയണത്. ഇവര് പിണങ്ങിയാൽ ഇവരെല്ലാം വിട്ട് ഇറങ്ങി വന്നവരല്ലേ എന്നൊന്നും ചിന്തിക്കില്ല. കട്ട് ചെയ്ത് മുറിച്ച് ദൂരെ കളഞ്ഞിരിക്കും. ഇത് കൾട്ടാണ്, ഐസൊലേഷൻ. അതായത് അവിടെ നിന്ന് പിരിയാൻ സ്വാതന്ത്ര്യമില്ലായ്മ. പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും അവരോട് മിണ്ടരുതെന്ന് പ്രഖ്യാപിക്കുക. കാരണം എന്താ? എന്തെങ്കിലും റീസൺ കാണും പിരിഞ്ഞതിന്. ആ റീസൺ ആരും അറിയാതിരിക്കാൻ വേണ്ടിയാണ്. മാനിപ്പുലേഷൻ, ഐസൊലേഷൻ. സഹോദരങ്ങളെ, എത്ര വലിയ ശുശ്രൂഷകനും ആ സഭയിലെ ഒരു ദാസൻ മാത്രമാണ്. അവരുടെ വേലയെ സംബന്ധിച്ചുള്ള ബഹുമാനം അവർക്ക് കൊടുക്കണമെന്നുള്ളത് ശരിയാണെങ്കിലും വ്യക്തി എന്നുള്ള രീതിയിൽ ഒരു മനുഷ്യനും ഒരു അൺഡ്യൂ ബഹുമാനത്തിന് അർഹനല്ല. നിങ്ങൾക്ക് ലഭിക്കുന്ന അതേ ബഹുമാനത്തിനെ ശുശ്രൂഷകർക്കും അർഹതയുള്ളൂ. എന്നാൽ അവരുടെ കൃപാവരങ്ങളെ ശുശ്രൂഷയുമാണ് നമ്മൾ ബഹുമാനത്തോടെ വിചാരിക്കേണ്ടത്. ദാറ്റ് വ്യക്തി ഈസ് as good a sinner as you. മനസ്സിലായ? നിങ്ങളുടെ ഉള്ളിലുള്ള അതേ എമൗണ്ട് ഓഫ് പാപം ആരുടെ ഉള്ളിലുണ്ട്? എന്റെ സഹോദരങ്ങളെ, അവരും രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ചാലേ പല്ല് വെളുക്കുള്ളൂ. അവർക്കും രാവിലെ കുളിക്കണം, അത്യാവശ്യ കാര്യങ്ങൾ നിർവഹിച്ചേ പറ്റുള്ളൂ. അവർക്കും അധ്വാനിച്ച വേർക്കും ടയർഡാവും, രോഗം വരും. സെയിം ലൈക്ക് us. കർത്താവിനോട് വ്യത്യാസം ഉണ്ടായിരുന്നു, കർത്താവിന് പാവമില്ലായിരുന്നു. ആ വ്യത്യാസവും ഇവിടെ ഇല്ല. സന്തോഷമായ? അപ്പോൾ ഐസൊലേഷൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ വെളിയിലുള്ളവരുമായിട്ടുള്ള കോണ്ടാക്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട്. ഇപ്പൊ നമ്മുടെ പിള്ളേർ പറയലേ, ആരുടെ നിന്റെ കൂട്ടുകാര്? ഞാൻ പറയും, വേറൊരു മതത്തിൽപ്പെട്ടവന്റെ പേരാ പറയുന്നെങ്കിൽ അവനായിട്ടൊക്കെ കൂട്ടുകൂടി നടന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ആരുമായിട്ട് മാത്രമേ കൂട്ടുകൂടാവുള്ളൂ. നമ്മുടെ പിള്ളേര് കൂട്ടുകൂടി എന്ത് കാണിച്ചാലും കുഴപ്പമില്ല. കാരണം എന്താ? ഈ ഐസൊലേഷൻ. അതായത് സമൂഹത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? അവനെ ഏത് കൾച്ചറിലും ജീവിക്കാൻ, ഏത് തരത്തിലുള്ള കൂട്ടുകാരോട് സ്നേഹമായി ഇടപെടാനും ക്രിസ്തുവിനെ സാക്ഷിക്കാനും എക്വിപ്പ് ചെയ്യുന്നതിന് പകരം നീ അവനോട് കൂടരുത്, മിണ്ടരുതെന്ന് പറഞ്ഞ് അവൻ ഐസൊലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവൻ അവിടെ ഐസൊലേറ്റഡ് ആയി. ഇവന്റെ തിങ്കിങ് പ്രോസസ്സിനെ ആരാ നിയന്ത്രിക്കുന്നത്? ഈ പാസ്റ്ററാണ് നിയന്ത്രിക്കുന്നത്, ഈ ചർച്ചാണ് നിയന്ത്രിക്കുന്നത്. എന്നാലോചിക്കുക, നമ്മള് ഐസൊലേറ്റഡ് ആകുന്നത്
ഐസൊലേറ്റ് ചെയ്യുന്നത്, നമ്മളെ ഐസൊലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ സഭയിൽ നിന്ന് വെളിയിൽ പോകുന്നവരെ ഐസൊലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയൊരു പ്രതിഭാസമാണ്. അത് കൾട്ടിന്റെ ഒരു ലക്ഷണമാണ്. ഞാൻ പറഞ്ഞ പ്രാക്ടീസുകളൊക്കെ മിക്കവാറും നമുക്കെല്ലാം ചെറിയ തോതിലുണ്ടെങ്കിലും അത് നിർബന്ധപൂർവ്വം ഒരു ചർച്ചിന്റെ നിയമമായി വരുമ്പോൾ അതിനെ നമ്മൾ കൾട്ട് എന്ന് മനസ്സിലായി. ഇതെല്ലാം എല്ലായിടത്തും ഉണ്ട്, പക്ഷെ അതൊരു കൽപ്പനയെ പുറപ്പെടുവിക്കാൻ വിചാരിച്ചു. ഞാൻ ഒരു ദിവസം ഈ കൾട്ട് ഉണ്ടാക്കാനുള്ള കിരാതമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങൾ അതിനകത്തൊരു ഭാഗമായിരുന്നു. കൾട്ടായി മാറുന്ന അറിഞ്ഞപ്പോൾ ഞങ്ങൾ ചാടിയതാണ്. അപ്പൊ ഞങ്ങൾ ഒരു ദിവസം ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ വന്നു, അല്ല പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഈ മനുഷ്യൻ വന്നു ലീഡർ. അദ്ദേഹം വന്നപ്പോ ആരും എഴുന്നേറ്റില്ല, കാരണം പ്രാർത്ഥിക്കുമായിരുന്നു. അത് ഞാൻ ചൂടായി. ഞാൻ വന്നപ്പോ നിങ്ങൾ ആരും എഴുന്നേറ്റില്ലെന്നു. അപ്പോ മനസ്സിലായി അയാൾ ആരാണ്? അയാൾ കർത്താവിന്റെ ആളല്ല. അതൊരു റൂളാക്കി മാറ്റുമോ പുള്ളി വരുമ്പോ എല്ലാവരും, when that becomes a rule or an enforcement, അത് കൾട്ടായിട്ട് വരും. ഓക്കെ. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു ആർട്ടിക്കിളിനകത്ത് എടുത്തേക്കുന്നത് ഈ ചില ഭാഗങ്ങൾ, ഞാൻ ഈ സാധാരണ ഞാൻ വചനം മാത്രമേ സംസാരിക്കണമെന്ന് എനിക്ക് അറിയാമല്ലോ, വചനം എടുത്തുകൊണ്ട് റെഫറൻസ് ഇല്ലാതെ ഞാൻ സാധാരണ സംസാരിക്കുന്നത്. എന്നാൽ ഈ 2 ദിവസം ഈ കൾട്ടുകളെ നേരിടാൻ വേണ്ടി ഞാൻ അവരുടെ പുസ്തകങ്ങൾ വായിച്ചു, ട്രാക്ട് വായിച്ചു, അതുപോലെ അതിനെതിരെ എന്താണ് ഈ സാധനങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയ പഠനം. അപ്പൊ എന്റെ കൂടെ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. ഇവർ വിചാരിക്കായിരിക്കും എപ്പോഴാണ് ഈ പുള്ളി ഇതെല്ലാം ചെയ്തതെന്ന്. അത് ചെയ്യാനധികം സമയമൊന്നും വേണ്ട. പക്ഷെ ഇത് ഞാനൊരു ചെറിയ പ്രിപ്പറേഷൻ നടത്തിയിട്ട് പ്രസംഗിക്കുന്ന പ്രസംഗം ഒരു 8 വർഷത്തിനു ശേഷമാണ് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം നോട്ട് ഡൗൺ ചെയ്തിട്ട് പ്രസംഗിക്കുന്നത്. ഓക്കെ. ഇതൊരു പ്രസംഗമായിട്ട് നിങ്ങൾ വിചാരിക്കരുത്, ഒരു ക്ലാസ് ആയിട്ട് വിചാരിക്കാവുള്ളൂ. ദിസ് ഓൺലി അബൌട്ട് ദ കൾട്ട്. ഐ എം നോട്ട് പ്രീച്ചിങ് ദ ഡോക്ട്രിൻ. ആ ഡോക്ട്രിനിൽ സംസാരിക്കുമ്പോൾ വീണ്ടും ഇറ്റ് വിൽ ഓൺലി ബി ദ ബൈബിൾ. പക്ഷെ ഇപ്പൊ ഞാൻ കുറെ ആളുകളുടെ റെഫറൻസും പഠനവും എല്ലാം ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി അടുത്തൊരു കാര്യം ഒരു പറയുന്നത് ലവ് ബോംബിംഗ് എന്ന് പറയും. ലവ് ബോംബിംഗ്. ഈ ലവ് ബോംബിംഗ് എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അവനെ വല്ലാതെ അങ്ങ് സ്നേഹിക്കും. ആശുപത്രി പോകുമ്പോൾ അവന്റെ കൂടെ പോയി നിൽക്കും, അവനെ മരുന്ന് മേടിച്ചുകൊണ്ട് കൊടുക്കും, എല്ലാ പണികളും ചെയ്യും. അപ്പൊ ഇവനിത് കള്ളമാണെന്ന് മനസ്സിലേക്ക് പോകാൻ നേരത്ത് പറയുമ്പോൾ ഇവൻ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യും. എന്തുമാത്രം ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്തു, നീ വയ്യാതെ കിടന്നപ്പോൾ ഞാനല്ലേ അടുത്ത് വന്നിരുന്നത്, വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു? അയ്യോ അത് ശരിയാണ്, ഇത്രയും സ്നേഹമുള്ള ആൾക്കാരെ വിട്ടിട്ട് എങ്ങനെ പോകും? അപ്പൊ ട്രൂത്ത് ഓഫ് ദ ലോർഡ്, ട്രൂത്ത് ഓഫ് ഗോസ്പൽ, അത് ചിന്തിക്കാൻ പറ്റും. ഈ മനുഷ്യന്റെ സ്നേഹം എന്ന ബോംബിനകത്ത് നമ്മൾ പൊട്ടിത്തെറിച്ചു പോയി. അപ്പൊ ഇന്ന് പല ചർച്ചകളോടുമുള്ള അല്ലെങ്കിൽ പല ഗ്രൂപ്പുകളോടുമുള്ള ഈ പ്രത്യേകിച്ച് കൾട്ട് ഗ്രൂപ്പുകൾ, അവരോടുള്ള മനുഷ്യന്റെ വിധേയത്വം എന്ന് പറയുന്നത് ഈ ലവ് ബോംബിങ്ങിന്റെ ഫലമായിട്ടുണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ ലവ് ബോംബുകൾ വീഴാറുണ്ടോ? ഈ ലവ് ബോംബുകൾ എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഞങ്ങളെ സ്നേഹിക്കൂ, ഞങ്ങളെ വിട്ടെങ്ങും പോകല്ലേ, ഞങ്ങൾ കുറെ കള്ളത്തരങ്ങൾ പറയുന്നില്ല, കണ്ണടച്ചേക്കൂ, ഞങ്ങൾ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. കാരണം ഒത്തിരി സ്നേഹം വരുമ്പോൾ നമുക്ക് അവർ ചെയ്യുന്ന എല്ലാം നല്ലതായിട്ട് തോന്നും. ഇപ്പൊ സ്നേഹമാണെങ്കിൽ ആരെന്ത് ചെയ്താലും അതൊരു കുറ്റമായിട്ട് തോന്നുന്നില്ല. എന്നാൽ ഒരിത്തിരി സ്നേഹം കുറഞ്ഞ എല്ലാം കുറ്റമായിരിക്കും. അപ്പം ഒന്നും കുറ്റമായിട്ട് തോന്നാതിരിക്കാൻ എന്നാ ചെയ്താൽ മതി? ശരിക്കും അങ്ങ് വാരിക്കോരി സ്നേഹിച്ചാൽ മതി. കുറച്ച് പൈസയും കൂടെ ചെലവാക്കി അങ്ങ് സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ പൈസ ഇല്ലാതിരുന്നപ്പോ ആ പാസ്റ്ററാണ് എന്നെ സഹായിച്ചത്, അപ്പം കർത്താവ് നിനക്ക് വേണ്ടി മരിച്ചതോ അതറിയത്തില്ല. എന്നാലും ആ 500 രൂപയുടെ വില, അപ്പൊ കർത്താവിന്റെ രക്തത്തിന്റെ വിലയോ ഈ വ്യാജത്തിനകത്ത് നരകത്തിൽ പോയാൽ നശിച്ചു പോയാലോ? പക്ഷെ ഈ ലവ് ബോംബിനകത്ത് ഇയാൾ പൊട്ടിത്തെറിച്ചിരിക്കുക. ചെറുപ്പകാലം തൊട്ട് തന്നെ മെന്റർ ചെയ്ത ആള്, അങ്ങനെ കത്തോലിക്ക പള്ളി പോകാൻ എന്റെ ചോദ്യം. അങ്ങനെ അത്രയും സ്നേഹമാണ് നിങ്ങളെ നടത്തിയവരെങ്കിൽ ഓർത്തഡോക്സിൽ പോകുന്നതല്ലേ നല്ലത്? അല്ലെ CSI വിട്ട് എന്തിനാ പോകുന്നത്? സത്യം അന്വേഷിച്ചല്ല ഇറങ്ങിയത്. മനുഷ്യരുടെ സ്നേഹം അന്വേഷിച്ചായിരുന്നെങ്കിൽ അത്രയും വലിയ സോഷ്യൽ സെറ്റപ്പ് വിട്ടിട്ട് 4, 3, 7 പേര് കൊണ്ടുനിർത്തുന്നത് എന്ത് ബെറ്റർമെന്റാ ഉള്ളത്? സോ യു ആർ നോട്ട് പർസ്യൂയിങ് ലവ്, യു ആർ പർസ്യൂയിങ് ദ ട്രൂത്ത്.
അപ്പൊ കടപ്പാടുകളെ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ഈ മാനിപ്പുലേഷന്റെ ഒരു ഭാഗമാണ്. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പൈസ ഒന്നും പറഞ്ഞുകൊണ്ട് ഒരു 5 പൈസയുടെ നന്ദി എനിക്ക് ആർക്കും ഉണ്ടാവില്ല എന്നുള്ളത്. പൈസ തന്ന് നന്ദി വാങ്ങിക്കാൻ പറ്റിയല്ല. എനിക്ക് അവരെ ഓർമ്മ പോലും ഇല്ല. ഞാൻ ആരോടും നന്ദിയും പറയാറില്ല. ചുമ്മാ കിട്ടി റിസീവ്ഡ് താങ്ക്സ് എന്ന് പറയുന്നതല്ലാതെ ഹൃദയത്തിനകത്തുനിന്ന് ഒരു നന്ദി, അയ്യോ അച്ചായൻ പൈസ തന്നുകൊണ്ടാണ് എന്ന് പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി ഈസ് പർച്ചേസിങ് മൈ ലോയൽറ്റി. മൈ ലോയൽറ്റി കനോട്ട് ബി പർച്ചേസ്ഡ്. അതുകൊണ്ട് പൈസ തരുന്നവരോട് യാതൊരു ബഹുമാനവും അതിന്റെ പേരിൽ പ്രത്യേകമായി ഉണ്ടാവുകയില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ദൈവത്തിന് കൊടുക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ശുശ്രൂഷയ്ക്ക് കൊടുത്താൽ മതി. അതൊരു നിർബന്ധവുമില്ല, നമ്മൾ സമ്പാദിക്കുന്നുമില്ല, ഒരു ഉദ്ദേശവും ഇല്ല. അതുകൊണ്ട് ഈ സ്നേഹം കൊണ്ട് വിലയ്ക്ക് വാങ്ങാനോ വിലയ്ക്ക് വിൽക്കപ്പെടാനോ നോക്കരുത്. അത് തന്ത്രമാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ? ഈ കൾട്ടുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമായിരുന്നു. നിങ്ങൾ കൾട്ടിനകത്ത് പോയി ചാടി നോക്കിയാൽ എന്തൊരു സ്നേഹം, അവർ തമ്മിൽ ഭയങ്കര സ്നേഹം. അത് നിങ്ങൾ ചാടിപ്പോകുന്ന കണ്ടു കഴിഞ്ഞാൽ പിന്നെ സ്നേഹം ഭയങ്കരമായിട്ട് പോകും. കടപ്പാടുകളെ സൃഷ്ടിച്ചു വെക്കും. ഓക്കെ, ഇനി വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഈ ഞങ്ങളുടെ പാസ്റ്ററിന് മാത്രം ഒരു പ്രത്യേകമായ കുറെ ടീച്ചിങ്സ് കിട്ടിയിട്ടുണ്ടെന്നുള്ള ഉപദേശം. അതങ്ങനെ ആരും നിങ്ങൾ ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഉപദേശങ്ങളുടെ പുസ്തകങ്ങളും ഡിക്ഷണറികളും എല്ലാം അവിടെ ഉണ്ടെന്നൊക്കെ പറയുന്നത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്ക് കിട്ടിയ സ്പെഷ്യാലിറ്റിയിൽ നിങ്ങൾ വന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞാൻ പറയട്ടെ, നമ്മൾ എത്രയോ എടുത്ത സഭകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, പക്ഷെ ഇതിലൊന്നും യാതൊരുവിധ കൺട്രോളും നമ്മൾ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും വചനത്തെ ക്രിസ്തുവിനാണ് അന്വേഷിക്കുന്നതെങ്കിൽ അവരെല്ലാം സത്യത്തിൽ എത്തുമെന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നാണ്. കാരണം ദർ ഇസ് നോ എക്സ്ക്ലൂസീവ് നോളജ് റിസീവ്ഡ് ബൈ എനി വൺ. ഓക്കെ, ഇപ്പൊ നിങ്ങളൊരു എക്സാമ്പിൾ ആലോചിച്ച് നോക്കിയേ. ഈ കേരളത്തിലെ പെന്തക്കോസ്തുകാർക്ക് മാത്രം കിട്ടിയിരിക്കുന്ന ഒരു പുതിയ ചർച്ച. ഇപ്പൊ ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 7 വർഷം കൾട്ട്, എവിടെയാ അവര്? വയനാട്ടിലും ഇടുക്കിയിലും സങ്കേതപട്ടണം. അപ്പൊ എന്റെ പ്രശ്നം ഉപദേശപരമെന്നുള്ളതൊക്കെ വിട്ടേക്കാം. അമേരിക്കക്കാരെന്ത് ചെയ്യും? കാശ്മീരുകാരെന്ത് ചെയ്യും? സങ്കേതപട്ടണം എവിടെയുള്ളൂ? അപ്പൊ കർത്താവ് ആരെ മാത്രമേ രക്ഷിക്കുന്നുള്ളൂ? ഈ പുള്ളിയുടെ പ്രസംഗം കേൾക്കുന്ന മലയാളികളല്ല, ഈ പുള്ളിയുടെ പ്രസംഗം കേൾക്കുന്ന വിശ്വാസികളെ മാത്രമേ രക്ഷിക്കുന്നുള്ളൂ. ശരിയല്ലേ? വേറെ എല്ലാവരും രക്ഷയുന്ന കട്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേസിന്റെ പ്രസംഗം കേൾക്കുന്നവർ മാത്രമേ സ്വർഗത്തിൽ പോകുള്ളൂ എന്ന് പറയുന്ന പോലെ. ഇന്നലെ നമ്മൾ കേട്ട ആരുടെ പ്രസംഗത്തിന്റെ കാര്യം? പൗലോസിന്റെ പ്രസംഗം കേൾക്കുന്നവർ മാത്രമേ. അപ്പോൾ ഈ സ്പെഷ്യൽ നോളജ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നും അത് ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്നും, അങ്ങനെ വരുമ്പോൾ മലയാളികൾ മാത്രമായിരിക്കും സ്വർഗത്തിൽ പോകുന്നത്. TPM-ൽ 1,44,000 പാസ്റ്റർമാര്, ആ ഒരു എക്സ്ക്ലൂസീവ് ഗ്രൂപ്പാണ്. വേറെ ആരും അങ്ങോട്ട് കയറുകയല്ല. ഈ രസകരമായ ഒരു കോൺവെർസേഷൻ ഞങ്ങളുടെ വീട്ടില് ഒരു TPM അമ്മച്ചിയുമായിട്ടുണ്ടായി. സിയോൻ യാത്രയതിൽ സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ എന്ന് പറഞ്ഞു. അവര് പറയാ, നിങ്ങൾ ഈ പാട്ട് പാടാൻ പാടില്ല, നിങ്ങൾ സിയോനിൽ പോകുന്നവരല്ല. സിയോനിൽ പോകുന്ന ഞങ്ങളുടെ 1,44,000 പാസ്റ്റർമാര് മാത്രം. ഇതിനെയാണ് എക്സ്ക്ലൂസിവിസ്റ്റിക് റെവലേഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് അവരൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ കുടുംബമായിട്ട് സുവിശേഷ വേല ചെയ്യുന്നത് ശരിയല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് ചെയ്യണം? അപ്പൊ അവര് പറഞ്ഞു, ഞാൻ അന്ന് സുധയാണ് എഴുതി, എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾ സെപ്പറേറ്റ് ആണ്. എന്നിട്ട് സുധ എവിടെയെങ്കിലും ഒരു മഠത്തില്, TPM മഠത്തില്, ഈ കത്തോലിക്കരുടെ മഠത്തിലെ കന്യാസ്ത്രീകൾക്ക് അറ്റ്ലീസ്റ്റ് വിദ്യാഭ്യാസമെങ്കിലും കിട്ടും. ടീച്ചേഴ്സായിട്ടോ നഴ്സുമാരായിട്ടോ ഡോക്ടർമാരായിട്ടൊക്കെ അവര് സോഷ്യൽ രംഗത്തുണ്ട്. ഇവരാ ഇരുട്ടറയ്ക്കകത്ത് വെളി ഇറങ്ങാറില്ല. ആ ജീവിതം അതോടെ പോക്കാം. ഇതൊക്കെ ഗവൺമെന്റ് നിരോധിക്കേണ്ട ഈ പ്രസ്ഥാനങ്ങൾ.
ഇത് കേൾക്കുമ്പോൾ TPM-കാരുടെ കമന്റ്സ് ഒക്കെ പുറകെ വരുമെന്ന് എനിക്കറിയാം. ആരെങ്കിലും കേട്ടാൽ. എന്നിട്ട് അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഭാര്യ ഒരു ഏതെങ്കിലും ഒരു മഠത്തിൽ, അവിടെ ഒരു ഗ്രൂപ്പ് ലീഡർ കാണും, അവിടെ മഠത്തിൽ ഒരു ലീഡർ കാണും, പിന്നെ അവിടെ ഒരു ഉപദേശി കാണും, അയാളുടെ തുണി ഇളക്കി കൊടുക്കാനും അടിച്ചു വരാനും. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ എന്റെ കാര്യങ്ങളായിരുന്നു നോക്കും. അത് വേറെ മഠത്തിലെ കന്യാസ്ത്രീകൾ അവിടെ വേറെ. അപ്പൊ പിള്ളേരെ അവരെ വേറെ എവിടെയെങ്കിലും ബോർഡിങ്ങിലൊക്കെ വിട്ട് പഠിക്കും. ഇത് എന്ത് കലട്ടാ ഇത്? ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ IPC-കാർക്കും AG-കാർക്കും ഒക്കെ, ചർച്ച് ഓഫ് ഗോഡുകാർക്ക്, സാധാരണ പെന്തക്കോസ്തുകാർക്ക് TPM-കാരുടെ ഭയങ്കര ബഹുമാനം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത്, അവര് ഭയങ്കര നീതിമാന്മാരാന്ന് പറയുന്നത്. എന്റെ സഹോദരങ്ങളെ, ഒന്നാന്തരം കണ്ട ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ടും കൾട്ടല്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? അതും ഈ കൾട്ടിന്റെ എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞു വരുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് TPM. കൺട്രോൾ, എക്സ്ക്ലൂസീവിസം, ദൈവത്തിൻ്റെതല്ലാത്ത നീതിയുടെ എൻഫോഴ്സ്മെന്റ്, വിവാഹം വിലക്കൽ. അത് രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബൈബിളിൽ പറയുന്നുണ്ട്, പാസ്റ്ററായി ഇരിക്കുന്നവൻ, അതായത് ഒരു സഭയുടെ അധ്യക്ഷനായിരിക്കുന്നവൻ കല്യാണം കഴിക്കണം. ആരാ കല്യാണം കഴിക്കേണ്ട? പാസ്റ്റർ. നിങ്ങൾ ഒരു ഈവാഞ്ചലിസ്റ്റ് ആയിട്ട്, മിഷണറി ആയിട്ട് പോകാന്ന് വിചാരിച്ചോ, കല്യാണം കഴിക്കുന്ന ഒരു നിർബന്ധമില്ല. നിങ്ങൾ കെനേശ് ചിരിക്കുന്നുണ്ട്. ഒരു മിഷണറി ആയിട്ട് ദേശത്തേക്ക് പോവാം, കല്യാണം കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം സുവിശേഷം പറയുന്ന അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു, ഭാര്യ വരുമ്പോൾ പുറകെ സ്പീഡ് വന്നില്ല എന്ന്. അതുകൊണ്ട് പൗലോസ് ഇങ്ങനെ ഭാര്യ ഇല്ലാതെ നടന്ന് ശുശ്രൂഷിച്ചു. എന്നാൽ ഒരു സഭയുടെ അധ്യക്ഷനാവാൻ ഇരിക്കുന്നവൻ വിവാഹിതനായി കുടുംബത്തിന്റെ പെയിനുകൾ അറിയണം, ഒരു കുടുംബത്തിലൂടെ എങ്ങനെയാണ് അത് കടന്നു പോകുന്നത് അറിയണമെന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. അപ്പൊ പലതരം ശുശ്രൂഷകളുണ്ട്. അതിൽ വിവാഹം കഴിക്കാതെ ചെയ്യാവുന്ന ശുശ്രൂഷകളുണ്ട്, വിവാഹം കഴിച്ചിട്ട് ചെയ്യാവുന്ന ശുശ്രൂഷകളുണ്ട്. പക്ഷെ ഉപദേശിപ്പണി, അതായത് പാസ്റ്റർ പണി, ഇടയ ശുശ്രൂഷ, അധ്യക്ഷ സ്ഥാനം വഹിക്കേണ്ടത് കുടുംബമുള്ളവരാണ്. അപ്പൊ കൾട്ടാണോ? എന്തുകൊണ്ടാണ് ഈ IPC-കാർക്കും AG-കാർക്കും ചർച്ച് ഓഫ് ഗോഡുകാർക്കും ട്രഡീഷണൽ പെന്തക്കോസ്തുകാർക്കും എല്ലാം ഈ TPM-യുടെ ആരാധന തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഉള്ളതുപോലെ പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശുശ്രൂഷകൾ അവിടെ ഇല്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അതൊരു ചെറിയ ഫാക്ടർ മാത്രമാണ്. ഇവിടെയുള്ള നേതാക്കന്മാര് പാവങ്ങളാണ്. ഒന്നുകൂടെ കേട്ടോ. ഇവിടെയുള്ള സാധാരണ പെന്തക്കോസ്ത് സഭകളുടെ നേതാക്കന്മാർ, സൂപ്രണ്ടും പ്രസിഡന്റും ഒക്കെ വെറും പാവങ്ങളാണ്. അവര് നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ പൈസ ഉള്ളവരാണെങ്കിൽ പ്രത്യേകിച്ചും അവർ വളരെ പാവങ്ങളാണ്. എന്നാൽ TPM-കാർ അങ്ങനല്ല. അവര് നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന കൺട്രോൾ ഫ്രീക്കുകളാണ്. അവരുടെ വാക്കുകൾക്ക് അപ്പുറത്തേക്ക് നിങ്ങൾക്ക് അനങ്ങാനോ തിരിയാനോ സഭയിൽ എഴുന്നേൽക്കാനോ പോലും സാധിക്കില്ല. അവരുടെ വിരൽ തുമ്പിലാണ് ആ സഭ മുഴുവൻ നീങ്ങുക. അപ്പം എക്സ്ക്ലൂസിവിറ്റി, കൺട്രോള്, പുറത്തു പോകുന്നവരെ ഔട്ട്സൈഡറായിട്ട് വരുന്ന മറ്റു സഭകളൊന്നും ശരിയല്ലെന്ന് വെച്ചാൽ എല്ലാ ലക്ഷണങ്ങളും, അതായത് ഒരു കൾട്ടിന് വേണ്ട 10 ലക്ഷണം ഉണ്ടെങ്കിൽ അതിൽ 8 തികഞ്ഞിരിക്കുന്ന 8 പൊരുത്തം എന്ന് പറയുന്ന പോലത്തെ ഒരു പരിപാടിയാണിത്. നമ്മൾ ഈ സാധാരണ പെന്തക്കോസ്തുകാർക്ക് അവരുടെ ആരാധന തോന്നാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, പ്രവൃത്തികളുടെ സുവിശേഷം ഇവിടെ നടക്കുന്നത് കൊണ്ട് അവരാണ് കൂടുതൽ പ്രവർത്തിക്കുന്നു എന്നൊരു ചിന്ത വരുക. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കൃപയുടെ സുവിശേഷത്തെ, അതായത് കർത്താവിന്റെ സുവിശേഷത്തെ പെന്തക്കോസ്തുകാർ റിജക്ട് ചെയ്തിരിക്കുന്ന 50% ആണെങ്കിൽ TPM-കാർ റിജക്ട് ചെയ്തിരിക്കുന്ന 100%. കാരണം അത് ഫുള്ളി പ്രവൃത്തികളുടെ ഒരു വ്യവസ്ഥയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ഈ അപ്പം നുറുക്കുന്നത് പോലും ആശുപത്രി പോകാത്തവർക്ക്, അതായത് ഡിവൈൻ രോഗസൗഖ്യത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അവർ പണ്ട് കാലത്ത് ഈ കർത്തൃമേശ കൊടുക്കുമായിരുന്നുള്ളൂ. പക്ഷെ അവരുടെ പിള്ളേർ ഡോക്ടറാവും, പക്ഷെ അവർ മരുന്ന് വാങ്ങിക്കില്ല. മറ്റുള്ളവർക്ക് മരുന്ന് കൊടുക്കും, പക്ഷെ അവരായിട്ട് വാങ്ങിക്കില്ല. പാവം മറ്റുള്ളവർ ചെയ്തോട്ടെ, ഞങ്ങളായിട്ട് പാവം ചെയ്യില്ല. അത് നല്ലൊരു ഐഡിയയാണ്.